ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഒച്ച ഇങ്ങനെ പോവാ എന്താ എൻ്റെ ചെന്നോ പോയി. എനിക്കൊന്നാമത് ഇപ്പം എന്താ സീനറോ, LSS USS ക്ലാസ് ഇറക്കുന്നുണ്ട്. അതെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സാണ്. അപ്പം എൻ്റെ ഒച്ച പോയിട്ടൊരു മാസമായി. ഒച്ച ഇങ്ങനെ പോയിക്കൊണ്ട് അപ്പോൾ എത്ര മരുന്ന് പിടിച്ചിട്ടും ഇതാക്കിയിട്ടും കാര്യം കിട്ടണില്ല. അപ്പോൾ എന്താണ് ഒച്ച തിരിച്ചു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒറ്റമൂലികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയിക്കുക. MNS ഗ്യാങ് അവിടെ ഒന്ന് തോരട്ടിക്കണോക്കോ എൻ്റെ ഹെഡ്ഫോൺ ഉണങ്ങാട്ടുകൾ. നാളെ പ്രാക്ടിക്കൽ സ്റ്റാർട്ടിങ്. സമയം എടുത്തു. ഞാൻ പോര് അഫിയതേത് പുതപ്പ് പുതിയതാ? രാധേട്ടൻ വന്നു എന്നെ ചോദിക്കുന്നുണ്ട്. ഇന്ന് സ്കൂളിൽ പോകണില്ലേ? സ്കൂളില്ലേ? ഇപ്പോൾ വർക്കിംഗ് ഡേയിലൊന്നും സ്കൂളില്ലേ? എന്നാലും മിഞ്ഞാന്നും സ്കൂളില്ല. പറ്റിച്ചാണ് നീ. വാ ഇജ്ജ് മീറ്റ് ചെയ്തേക്കണോ പോരെ രാധേട്ടനെ? ഞാൻ ഫസ്റ്റ് അല്ലേ കണ്ടിക്കണേ. ഡയറക്റ്റ് ഒരു സിറ്റിംഗ് കിട്ടിയിട്ടില്ല. പിന്നെ രാധേട്ടനെ പണ്ട് മുതലേ എനിക്ക് പറഞ്ഞ ആളെ എനിക്കറിയാം. ഞാൻ എപ്പോഴും പറയില്ലേ സീ മെമ്പർ രാധേട്ടൻ എപ്പോഴും തല കാട്ടണോളൂ. ഇന്നെന്താ പെരേല അർത്താലോ? ഒച്ചമുളിയൊന്നും ഇല്ലല്ലോ. കളിക്കൊടുക്കടാ. എനിക്കല്ല, എനിക്ക് പണ്ട് വാങ്ങി തന്നെ ഇപ്പച്ചി. കളിക്കൊടുക്കൊക്കെ 25 ഉറുപ്പ്യ. കളിക്കൊടുക്കും പപ്പടത്തിനൊക്കെ ഒരേ വിലയല്ലോ. അന്ന് 8 ഉറുപ്പ്യ 9 ഉറുപ്പ്യ ഉള്ളൂ. ക്രയോൺസ് കിട്ടിയിട്ട് കളർ കൊടുക്കണം. അപ്പും ദൊപ്പും. ഒരു ദിവസം അപ്പു ദൊപ്പുവിൻ്റെ വീട്ടിലെത്തി. ദൊപ്പു പറഞ്ഞു, ഇവിടെ പൂച്ചക്കുട്ടികളുണ്ട്, വാ കാണിക്കാം. അടുത്ത മുറിയിൽ പൂച്ചയും കുഞ്ഞുങ്ങളും കിടപ്പുണ്ടായിരുന്നു. ദൊപ്പു പറഞ്ഞു, എടുത്ത് കാണിക്കാം. അപ്പു പറഞ്ഞു, വേണ്ട. ദൊപ്പു അതൊന്നും കേട്ടില്ല. ദൊപ്പു എടുക്കാൻ നോക്കിയതും അമ്മ പൂച്ച കയ്യിൽ മന്തി. ഹൗ! അമ്മ ഓടി വന്ന് വഴക്ക് പറഞ്ഞു. വേണ്ടായിരുന്നു. ദൊപ്പു ഓർത്തു. ദൊപ്പു കൊല്ലം 10 രൂപ കൊല്ലം കഴിഞ്ഞു. സംഭവം ഞാൻ അത് വായിക്കുമ്പോൾ എനിക്ക് 6-7 വയസ്സുള്ളൂ. എനിക്ക് 10-25 വയസ്സായി. ദൊപ്പുവിൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും ഒരു മാറ്റം? ഒരു മാറ്റമല്ല. പക്ഷെ ഒരു ഷാളിടാൻ മതി. രാധേട്ടനില്ലല്ലോ ഇവിടെ. സുഹൃത്തുക്കളുടെ പ്രഭാതങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ കാണിച്ചു കൊടുത്ത സൺലൈറ്റ് തൻ്റെ ഗ്രേ ബോഡിയിലേക്ക് അടിച്ച് കിടക്കുന്ന മാർക്കോ. അപ്പം അവൻ വിളിച്ചോണ്ടിന് കേക്ക് ഉണ്ടെന്നുള്ളത് അവൻ്റെ വലത്തേക്കാലിൻ്റെ മൂഡ് ഇങ്ങനെ അളക്കി തരും എനിക്ക്. ഞങ്ങളോ മടിയന്മാർ. മുപ്പരെ കാണാനല്ലോ ഇവിടെ. തട്ടടി. അല്ലാതെ
പെയിന്റ് അടിച്ചോ? വാസിലെ ഇജ്ജ് അറിയണ്ടതൊക്കെ ഇജ്ജ് അറിയണ്ടത് സൈക്കിള് പെയിന്റ് അടിച്ചു. എടാ ഇന്നോട് പറയണേ ഞാൻ അടിച്ചു തരുമല്ലേ പെയിന്റ്? ഇപ്പൊ അടിച്ചിട്ടുള്ളൂ. എന്നിട്ടാ അയക്കാണീ നടട്ടിക്കണേ. ആ അതെ സ്പ്രേ പെയിന്റ് നടയെ കൂടെ പിടിച്ചുട്ടോ. സെൽഫായിട്ടോ ഒന്ന് അറിയിക്കാം. നോക്കട്ടെ കാര്യം പറയും. എന്തിന്റെയോ പോലെ എനിക്ക് തോന്നുന്നത് എന്താന്ന് കണ്ട് മനസ്സിലാവണില്ല. എടാ ഇപ്പത്തെ സൈക്കിൾ ഇതില്ല, പൊടിയില്ല. ഫാഷന് വേണ്ടിട്ട് എന്ത് ചെയ്തു? ജെൻ ആൽഫയുടെ ഫാഷനുകൾ റിച്ചോ അല്ലേ? റിച്ചോ ഇപ്പൊ എങ്ങനെ അത് നമ്മള് പൊടിയില്ല സൈക്കിൾ ഓടിച്ചു. ഫാഷനും വേണ്ടിട്ട് എന്ത് ചെയ്തു? ഗ്രിപ്പ് ഉണ്ടാവില്ലേ മനസ്സിനെ, എവിടെയൊക്കെ തട്ടി തടഞ്ഞു വീണാല് ഇതെന്താ വെച്ചാൽ ഇതന്നെ കോറിയിട്ട് ഡീറ്റ് അടിച്ചാൽ പോണ്ടി വരും. ഇതിന്റെ ഗ്രിപ്പ് ഫുള്ള് അയച്ചിട്ടിക്കണേ. ഇതിപ്പോ എത്രാമത്തെ ഗിയറിലാ കിടക്കണേ? അപ്പൊ ഗിയർ ഇല്ല ഇപ്പം, ജീവിതം പോലെ തന്നെ പോണത് സൈക്കിളും ബെല്ലുമില്ല ബ്രേക്കില്ല ബെല്ലൊന്നുമില്ലല്ലോ റിച്ചോ ഇതിന്. അതൊക്കെ മറ്റേ ശ്രദ്ധിക്കണോൽക്ക് ആരേലും മുന്നിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഓലെ മാറ്റണ്ട നമ്മള് ആർക്കോ ഇജനോട് പറയും കീ അറിയും. ഒന്നുകിൽ കീ എന്ന് പറഞ്ഞ് മാറണല് മാറുക, അല്ല ഇടിച്ചിടുക. അല്ല എന്ത് സൈക്കിളല്ലേ, അല്ലെങ്കിൽ ബ്രേക്ക് ഉണ്ട്, പുതിയ ബ്രേക്കാ. ഇതെന്താ പ്രശ്നം അറിയോ? ഇതിപ്പോ സൈക്കിൾ വീണെങ്കിൽ വീണോണ്ടൊന്നും പറ്റൂല. പക്ഷെ എന്റെ സൈക്കിളിന്റെ ഭാഗങ്ങൾ തട്ടിയാണ്ട് എനിക്ക് കുറെ പരിക്കുകൾ പറ്റും. ആ ഫുള്ള് തുരുമ്പാണ്. എടാ സ്വയം മുറിവേൽക്കപ്പെടല്ലേ ചെയ്യാ. ഈ സ്പ്രേ പെയിൻ എവിടുന്ന വാങ്ങി? എന്നാലേ ഇവിടുത്തെ കുറച്ച് സ്പ്രേ പെയിന്റ് പോയി അടിച്ച ഉടനെ പോയി പിടിച്ചോടൊക്കെ ചെയ്ത് സ്പ്രേ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണത് മെയ്. അവിടെ ഇന്നലെ ഇട്ട പാന്റ് എവിടെ? ഇന്നലെ ഇട്ട പാന്റ് എവിടെ? എടാ റിച്ചോ കൈയിന്റെ പാറ കണ്ടല്ലോ, ആരെ പോയി പിടിച്ചത്? അടിച്ചോടിച്ചോടുത്ത് സ്പ്രേ അവിടെ അവിടെ ഉണ്ടോ? നീച്ച ചവിട്ടുമ്പോ ചെയിൻ ചെയ്യലുണ്ടോ? എങ്ങനെ നല്ല ടൈറ്റ് ആക്കി മറ്റേ കാരണം ചെയിൻ ഗിയറിന്റെ ചെയിൻ ആയോണ്ട് എന്താണ് ഞാൻ ലോക്കിട്ട് പൊട്ടിച്ചു. ആ ജോലി പോവാൻ നോക്കണ്ടേ, ആകെ ടൈറ്റ് ആവും. പിന്നെ മൊത്തത്തില് ടൈറ്റ് ആവും ഊരി പോന്നാല്. പിന്നെ എങ്ങനെ ഗിയർ സൈക്കിളിന്റെ ചെയിൻ ഊരി പോന്ന വൻ സീനല്ലേ? ഇത് നീച്ച് ചെയിൻ ഊരി പോരുന്ന സീനാണ്. ഇവിടെ പോയി ഒരു അടിയുണ്ട്. പിന്നെ സ്പ്രേ പെയിന്റ് പോലെയാവും, ചെതറും. ഇഷ്ടപ്പെട്ടു. എവിടുന്നാ പോരുന്നേ? നോമ്പ് കാലമായി. പിന്നെ കഴിഞ്ഞത്തെ പോലെ തന്നെ 10-60 നോമ്പ് എന്തായാലും കിട്ടും ഈ മാസം. 60 നോമ്പ് ഉച്ചക്ക് വേറെ ഇരിക്കല്ലേ. 2 നോമ്പ് കഴിഞ്ഞല്ലോ. ഇപ്രാവശ്യം നമ്മള് 4 കേട്ടോ. അതിനിപ്പോ എന്താ, നമ്മളല്ലേ ഇവിടെ ഉള്ളത്. നിങ്ങളും കള്ളന്മാരാണ്. ഒരു ദിവസം നല്ലല്ലോ, ടോട്ടൽ ഫുൾ നോമ്പ് നല്ല റിച്ചു. ഒരു ദിവസം 4 സുബൈ ബാങ്ക്, ദൂർ ബാങ്ക്, അസർ ബാങ്ക്, മരി ബാങ്ക്, ഇത് തിരക്കടില്ലല്ലോ. പിന്നെ നിങ്ങൾക്കൊക്കെ പടച്ചോണത്തിന് പരിഗണന ഉണ്ടാവും. നിങ്ങൾക്കൊക്കെ ബാങ്ക്, ഒരു ബാങ്ക് ടു അടുത്ത ബാങ്ക്, അങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ. കുട്ടികൾക്ക് പടച്ചോൻ എന്താ പറയണേ? ഇനിയിപ്പോ ഞാൻ പറയണില്ല. കാരണം കണ്ടമാനം കുട്ടികൾ കാണും. കുട്ടികൾക്ക് ഇപ്പൊ എന്താ പറയണത് ഒന്ന് കേൾക്കണം. ഇന്ന് സ്കൂളില്ല. എന്നിട്ട് സ്കൂളിൽ പോണം. നിർത്തി കൂടാ എനിക്ക് സ്കൂളൊക്കെ. ചെറിയ പ്രായത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിന്റെ അമിത ഭാരം ചുമന്നാണ്ട് ഈ നിക്കൽ പെയിന്റ് അടിച്ച സൈക്കിൾ ഇത് ഓട്ടിങ്ങ നടക്കണ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്. 4 കോതപ്പുല്ല് ചെത്തി വിറ്റോക്ക്. അസ്വസ്ഥരാണ്. എന്നെ ഫണ്ട് വരും. ബിസിനസ് ആളിപ്പോ ഒന്നുമില്ലേ?
അല്ലെങ്കിൽ തന്നെ സ്കൂൾ പോകാൻ പഠിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് വിട്ടാണ്. ഇങ്ങനെ ശരിയാണല്ലോ. അനുക്കൊക്കെ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്തിനാണ് ഞാൻ എൻ്റെ ഈ ബാല്യം അല്ലേ? അവിടെ ചെറുപ്പകാല സ്കൂളിൽ പോയി കളയരുത്. നമ്മളെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്കൂളിലാണ് സ്പെൻഡ് ചെയ്യണത്. അത് എൻജോയ്മെന്റിന് വേണ്ടി ചെലവാക്കണം. സ്കൂളിൽ പോകണം, പക്ഷെ ഇടയ്ക്കൊക്കെ ലീവൊക്കെ എടുക്കണം. ലീവ് പറഞ്ഞ എന്തിനാണ്? എടുക്കാനാണ്. പക്ഷെ ഓൻ എങ്ങനെ അറിയോ, ലീവ് എടുക്കണുള്ളൂ, സ്കൂളിൽ ഇടക്കാൻ പോണം. ഇജിപ്പോ അങ്ങനെ പറയല്ലേ. ലീവ് എടുക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി എനിക്ക് ഈ കൊല്ലം ലീവേ ഇല്ല. എന്തെങ്കിലും പോണോണ്ടാണ് ഓൺ ഉണ്ട് എന്നുള്ള സ്കൂളുകാർക്കും അറിയണത്. അല്ല സ്കൂൾക്കൊന്നും പോയല്ലോ റിച്ചോ? എന്നുമില്ല, അതല്ലേ പറഞ്ഞേ. ആഴ്ചയിലൊരു വെള്ളിയാഴ്ച പോകും, 2 ദിവസമൊക്കെ പോകും. ശനി ഞായറും ലീവാലോ. 2-3 ദിവസം. ആഴ്ചയിൽ ഒരു 2-3 days. വലിയ കിട്ടല. അല്ലാതെ ആഴ്ചയിൽ 7 days പോവാൻ എന്നെ കിട്ടില്ല. അത് പറ്റില്ല. വിദ്യാഭ്യാസ മന്ത്രി ആരാ? നിങ്ങളെ സ്കൂളത്തെ വിദ്യാഭ്യാസ മന്ത്രി ആടാ? നിങ്ങളെ സ്കൂളത്തെ വിദ്യാഭ്യാസ മന്ത്രി ഏതാ? ഞാൻ പുതിയ കുട്ടിയാണ്. എവിടെ? ഞങ്ങൾക്ക് അവിടെ കുറച്ച് ഒരു സാധനം ഒരു കാര്യം അറിയില്ല. എത്ര മാസത്തിലെ? 5-6 5-5 മാസത്തിലെ. എന്റെ സ്കൂളിന്റെ പോട്ടെ, മറ്റേ കേരള സ്കൂളിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? അത് നമുക്കറിയില്ല. ഉമ്മറാക്കേ? ഞമ്മക്കറിയില്ല. ഞമ്മക്കറിയില്ലേ? ടൂറിസം വകുപ്പ് മന്ത്രി. ടൂറിസം വകുപ്പ് മന്ത്രി പറയടാ. ടൂറിസം വകുപ്പ് മന്ത്രി എക്കോ പറയാനല്ല പറഞ്ഞേ. അതാരാന്ന് ചോദിച്ചേ? ടൂറിസം വകുപ്പ് മന്ത്രി. ഇങ്ങോട്ടും ടൂറിസം വകുപ്പ് മന്ത്രി. റിച്ചോ ഒരു കാര്യം ചോദിക്കട്ടെ? നേരം നീച്ചക്ക് അയ്യാണ്ടായിട്ട് തരാം. ഇതാക്കിയാ പോരാ? സീറ്റ് അല്ലേ? ഇങ്ങനെ തിരിച്ചണം, അപ്പളേ പൊന്തോളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ? പെയിന്റ് ഉള്ളിലാക്കി മിക്സ് ചെയ്ത് അടിച്ചുല്ലേ? എനിക്കറിയില്ല, വാങ്ങിയപ്പോ തൊട്ട് അങ്ങനെയാണ്. കാണിച്ചെടുത്താ. അപ്പൊ ചെയിനിൽ ലൂബടി കേട്ടിക്കണ്, പക്ഷെ ചെയിനിൽ പെയിന്റ് അടി. എന്ത് ധൈര്യത്തിലാ ചുറ്റുമ്പോ പോണേ? കടയിൽ കൊണ്ട് മുറുക്കും. എന്തിന്റെ ഷോപ്പാ? ഇതിന്റെ ഷോപ്പുണ്ടോ? സൈക്കിളിന്റെ? ഇപ്പാക്ക് മറ്റേ എന്താണ് നമ്മളെ റെന്റിന് എടുക്കൂലേ, സ്ക്രൂ ഡ്രൈവറോ? കൊറേ മെഷീനുകളുണ്ട്. റെന്റ് മെഷീന്? ചെടി കുഴിച്ചിടാൻ മണ്ണിന്റെ അടിക്കൊക്കെ ഒരു മെഷീൻ ഉണ്ടാവൂലേ? മണ്ണിന്റെ അടിയിൽ ചെടി കുഴിച്ചിടേ? മണ്ണിന്റെ വലിയ വലിയ ചെടികളൊക്കെ കുഴിച്ചിടാന്. മണ്ണിന്റെ വലിയ ചെടിയോ? ചെടികൾ കുഴിച്ചിടാനില്ലേ ഉണ്ടാക്കുന്ന മെഷീന്. ഒരു ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ ഇറക്കും, ഇങ്ങനെ പൊന്നിച്ചു എന്റെ ചെടി കുഴിച്ചു കുഴി കുത്തണ്ട, ഫുള്ള് മെഷീൻ നോക്കൂ. നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം, പിടിച്ചോണ്ട് ആക്സിലേറ്റർ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ അടി കൊന്നിട്ട് നമ്മള് വലിച്ചണം. അത് കേട്ടോ ജിവാസിലെ? ആക്സിലേറ്റർ കൊടുത്താല് ചെടി കുഴി കുത്തണ മെഷീനറി ഉണ്ട് എന്റെ അടുത്ത്. ആണോ? എത്ര റുപ്യ റെന്റ്? നമുക്കറിയില്ല. മനുഷ്യന്മാർക്ക് കുഴി കുത്താൻ പറ്റേ? എല്ലാവർക്കും പറ്റും. പിന്നെ കമ്പിപ്പാല അങ്ങനെ കൊറേ ഉണ്ട്. ഫുള്ള് അലമ്പ് മെഷീനാണ് എൻ്റെ അടുത്ത്. മനുഷ്യന്മാരെ കുഴി എടുക്കണ മെഷീന് അല്ലെങ്കിൽ കമ്പിപ്പാര. എപ്പോഴാ സ്കൂൾ കൊണ്ടേ? ടൈം എപ്പോഴാ? 9:15 എപ്പോഴാ കൊണ്ടേ? 10 മണിക്ക്. 9:15 വേഗം പോട്ടെ, 10 മണിക്ക് വീട്ടിലെത്തണം. ഇന്ന് ലീവാണ്. ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? മുട്ടായിൻ്റെ അടുത്തുണ്ട്. വ്ളോഗ് കഴിഞ്ഞിട്ട് എടുത്തരാം കേട്ടോ. ഏതാ വണ്ടി? ഞാൻ എന്താ സ്റ്റേഷനറിയോ? ഇതെന്താ മറ്റേ സൂപ്പർ മാർക്കറ്റോ? ഇങ്ങനെ ഏതൊക്കെ മുട്ടായില്ലേ എടുത്ത് തിന്നാത്ത മുട്ടായി കിട്ടാനേ ഇത് ഗൾഫ് ബസാറും ഇതല്ല, ഇവിടെ ഉള്ള മുട്ടായി ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഉള്ളത് മതി, എന്തെങ്കിലും താ. രാവിലെ തൊട്ട് ഇതുവരെ ഇപ്പൊ പട്ടി പോലെ അഭിനയിച്ചു വെറും കൈയോടെ വിടല്ലേ, എന്തെങ്കിലുമൊക്കെ താ. രാധേട്ടനെ കണ്ടോ ജി? എവിടെ? ഒരു കോട്ട് ഇട്ടാണ് ജാക്കറ്റ് കെട്ടില്ലേ?
മിസ്സായല്ലോ. സ്കൂൾ പഠിക്കുമ്പോ കോട്ട് സൂട്ടിട്ട് പോയതില്ലേ? ഒരു മറ്റേ ഹുഡ് ഇട്ടാണ്ട് ആയിക്കൂടെ ഇങ്ങനെ സ്കൂൾ എൻ്റെ മദർസിൻ്റെ ആയിക്കൂടെ ഇങ്ങനെ പോകണ്ടായിരുന്നു. അവൻ മിസ്സായി. ചായ കുടിച്ചാൽ നിൽക്കണോ? ചായ കുടിച്ചാൽ നിൽക്കണോ? കിൻഡർ ബ്യൂണോ മതിയോ? കിൻഡർ ബ്യൂണോ മുട്ടായി ഇഷ്ടാ? ഇതുവരെ തിന്നിട്ടില്ല? അതുള്ളൂ, കിൻഡർ ബ്യൂണോ ഉള്ളൂ എൻ്റെ അടുത്ത്. കിൻഡർ ജോയിൻ്റെ ഉള്ളിൽ ഫെററോ റോഷറിൻ്റെ ഇതില്ലേ, റാഫെല്ലൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് വരണേ. ഒരു കമ്പനീൻ്റെ അണ്ടറിൽ 3 കമ്പനി മുട്ടായി ആക്കി വരണേ. അത് എടുക്കട്ടെ ഒന്ന്. ആന്ന് ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. ഒപ്പം നിന്നാലേ ബിസിനസ് കിട്ടണുള്ളൂ. പോലിക്കൊക്കെ എല്ലാരും ഷുഗർ കട്ടല്ലേ. എന്നിട്ട് വാ, ആരോടും പറയില്ലതൊന്നും. പിടിഎക്കാരും എംടിഎക്കാരും പ്രശ്നം തീർക്കുക. കോലുമുട്ടായി മതിയോ? ഇതാ നിങ്ങൾ പറഞ്ഞ സാധനം, ഒറ്റരുമയോടല്ലേ മുട്ടായി. ഇത് തന്നെ ഉള്ളതൊരു മുട്ടായി. പിന്നെ പിസ്തയും ഇതെന്റെ പെങ്ങക്ക്. ബിസ്തിം എന്നല്ല, ബിസ്തി അണ്ടിപ്പരിപ്പും. അതായത് അത് കിട്ടിയിട്ട് എനിക്ക് എന്താ കാര്യം? ബിസ്തി അണ്ടിപ്പരിപ്പ് എനിക്ക് ചോക്ലേറ്റ് കിട്ടിയില്ല കാര്യമുള്ളൂ. ഇതൊക്കെ കൊടുക്കണ്ട. ഓള് കാണാതെ നിന്നപ്പം എന്നാ എനിക്ക് തന്നെ തന്നളാ. കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കാണാതെ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുണ്ട്. എന്നാ കാണട്ടോ. തിന്നൂടെ. ഓ ഖുർആനും ചോക്ലേറ്റും ഒക്കെ ഒരു ബാഗിൽ തന്നെ ഇടണേ. എന്നാ പോവാ. സ്കൂൾക്ക് പോകണ്ടെന്നോ? മുട്ടായി ഇട്ടി. മുട്ടായി ഏതാ കൊടുത്തു? കൊളാബറേഷൻ മുട്ടായി. മുട്ടായിയാണ് എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ. കണ്ടോ? ഗുഡ് മൊമെന്റ്സ് ബട്ടർന്ന്. ബട്ടറും ഉണ്ട് ഇപ്പോൾ. ബെറ്റർ എന്നാട്ടോ. അതില് വേറെ കോൽമുട്ടായി ഉണ്ടല്ലോ അവിടുന്ന്. അത് അഞ്ചത്തിമാർക്ക്. ഇന്ന് സ്കൂളിൽ പോകണ്ടോ? സ്കൂളിൽ പോകണ്ടെന്ന് ഈ ഇറങ്ങണ നേരത്തെ പിന്നിൽ നിന്ന് വിളിക്കല്ലേ? എങ്ങനെ പോയിക്കോട്ടെ. അല്ല പോകണ്ടോ ചോദിക്ക. കാര്യം പറയാ എന്താ വെച്ചാല് എനിക്കൊന്ന് വേറെ എന്തെങ്കിലും പരിപാടിയാണോ ചോദിക്ക. ഒരു പരിപാടി ഇല്ല. രാവിലെ മുതലേ 8 ബുക്ക് ബാഗിലേറ്റി പോവാന്നല്ലാതെ എന്ത് തേങ്ങയാണ് എനിക്കുള്ളത്. എനിക്കൊരു പരിപാടി ഇല്ലാന്ന്. അധ്യാപകരുടെ പീഡനങ്ങൾക്കെതിരാവുന്ന വേറെന്ത് പണി? എടപെടാ റിച്ചോ വിട്ടോ. 2 കൂടി ഇവിടെ ചെന്ന് പോവില്ല. മോട്ടറൊക്കെ കേട്ടോ, ചിലപ്പോ പോവില്ല. ഇന്ന് മീൻ പിടിച്ച എന്തെങ്കിലും ഉണ്ടാകണം. ചിലപ്പോ ഇവിടെ കേട്ടോ. മോട്ടറാക്കട്ടെ. ഇപ്പൊ വരും. സൈക്കിൾ എടുക്കാൻ പോയതാ. റിച്ചോ ഇതിലെ വാടാ. പക്കത്തില് വാടാ കണ്ണാ. റിച്ചോ ഇവിടെ വാ. മറ്റേ രാമൻകുത്ത് അവിടുത്തെ തോട്ടില് മീൻ ഇറങ്ങി അറിഞ്ഞോ? ഇങ്ങോട്ട് വാ. രാമൻകുത്ത് പോണ റോഡില്ലേ, മറ്റേ ചെറായി നമ്മളെ പാടല്ലേ, ആ പാടത്തിന്റെ അപ്പുറത്തായിട്ട് മീനും പെരും മീൻ ഗോൾഡൻ ഫിഷൊക്കെ തോട്ടിലിറങ്ങി അറിഞ്ഞോ? എടാ അതിലെ നമ്മളെ തോട്ടല്ലേ താഴെപ്പരിത്തെ, അതിലെ പോയ തോട്ടിൽ ഗോൾഡൻ ഫിഷ് ഇറങ്ങി അറിഞ്ഞോ? അത് എല്ലാ കുട്ടികളും ആ ചെറിയത്തെ ചെറുക്കന്മാരൊക്കെ അവിടെ പിടിച്ചിട്ടുണ്ട്. ജെന്നെ അവിടെ എത്താത്തുള്ളൂ. ഞാൻ ഒന്ന് പോയോക്കട്ടെ ഇരുന്നുണ്ട്. ഉണ്ടോ? എടാ മുന്നത്തെ ടയറിന് ത്രാണില്ലാതെയാണ് ഈ പെയിന്റ് വലിയ സെറ്റപ്പിൽ അടിച്ചിരിക്കണത്. പെയിന്റ് ഇല്ലല്ലോ.
മുറുക്കാൻ. എല്ലാം ഇങ്ങനെ വെച്ചിക്കാണ് മുറുക്കിയിട്ടില്ല. മുറുക്കി, പക്ഷെ ഞാൻ മുറുക്കിയോണ്ട് ടൈറ്റിൽ മുറുക്കി. കൈ കൊണ്ട് മുറുക്കി. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു സൈക്കിളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിക്കൽ കോട്ടിങ്ങും മറ്റേ സീറ്റിന് ബെൻഡിങ്ങും എല്ലാ പരിപാടിയും. പക്ഷെ ഫ്രണ്ട് ടയറിൻ്റെ സ്ക്രൂ ലേശം ലൂസാണോ എന്നുള്ളൊരു ചെറിയ സംശയം മാത്രമാണ്. എടാ, പെയിന്റ് നിക്കൽ പെയിന്റ് 100 രൂപേൻ്റെ പെയിന്റ് വാരി അടിച്ചിട്ട് ജീവൻ പണയം വെച്ച അവസ്ഥയിലാണല്ലോ പോണത്. ആ 100 രൂപേന്റെ 10 രൂപ 8 ബോൾട്ട് വാങ്ങിട്ട് മുറുക്കാൻ. ആ, എന്ത് ലാഭം എനിക്ക് ഇതിന് കിട്ടണത്? ഇതെന്താ എവിടെയും പോയി വീകാനേ, എന്നാ സ്കൂളിൽ പോകണ്ടല്ലോ 2 ആഴ്ച. കൽപ്പിച്ചു കൂട്ടിയാണ്ട് മറ്റേ അപകടങ്ങൾ വരുത്തി വെക്കുക. പനി വരുത്തലുണ്ടോ സ്കൂളിൽ പോകാൻ വേണ്ടി? ഉള്ളിലേക്ക് ഞാൻ വെച്ചോക്കിയത്, പക്ഷെ ഇവിടെ നീറാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ദിവസം ഞാൻ സൈക്കിൾ ഇങ്ങനെ പോട്ടോ, അവിടെ ഒരു അമ്പുണ്ട് കേട്ടോ. കേറിയത് എനിക്ക് ഓർമ്മയുള്ളൂ. സൈക്കിൾ 2 പകുതിയായി. ഇവിടുന്ന് ഇങ്ങനെ പോന്നു ഊരി പോന്നേ. ഹാൻഡിൽ കൈ പോന്നോ? അത് ഇത്തിരി കൂടുതലല്ലേ? സത്യം കുറച്ച് കുറയ്ക്കാം. ലേശം എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കുറക്ക്. ഒരമ്പടി ചാടിയപ്പോ 2 സൈക്കിൾ ഇങ്ങനെ പോയാലോ. സ്പീഡ് ചാടിക്കാൻ പിന്നെ എന്തിങ്ങനെ ആകുക? ഉള്ളി വെച്ചോക്കി എന്നേനി ഓഡിയൻസ് വരട്ടെ വിശ്വസിക്കാനുണ്ടോ അതൊക്കെ. വെള്ളുള്ളി വെട്ടിയിട്ട് എണ്ണയിൽ മുക്കിയിട്ട് വെക്കണം. എന്നിട്ടൊരു മുട്ടി കൂടി പൊട്ടിച്ചു ഓംലെറ്റ് ആക്കി. പരിപാടികളൊക്കെ എനിക്ക് അറിയാം. എങ്ങനെ അസുഖം വരണം, എങ്ങനെ പനി വരുത്തണം എന്നൊക്കെയുള്ള ബുദ്ധികൾ എന്റെ കയ്യിൽ. എന്നാ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്ക് നമ്മളെ കുട്ടികൾക്ക്. ബ്ലോഗ് തന്നെ. ആ, പനി വരുത്താന് സ്കൂളിൽ പോകുമ്പോ സൈക്കിൾ പോവാ, ഒരു കല്ലിന്റെ മോൾക്കാണ് കേറുക. കാലത്തില്ലെങ്കിൽ നേരെ ടപ്പയാറിനെ കൊട്ടിയെ പാടി. എന്നിട്ട് മേത്ത് കുറച്ച് ഉരുണ്ടാണ്ട് കുറച്ച് ചളിയാക്കുക. 2 കീറില് ഡ്രസ്സ് കീറും ചെയ്യാ. എന്നിട്ട് എന്റെ കാല് അങ്ങനെ ചെയ്യില്ല. വീട്ടിൽ കാലിങ്ങനെ പോയി അറിയാം. കുറച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന വിളിച്ച വീട്ടിൽ അങ്ങനെ ചെയ്യില്ല. ഇനി ബാക്കി പറഞ്ഞാലേ അങ്ങനെ എത്ര വട്ടം ചെയ്തേക്കണേ? ഒരു വട്ടോ വർക്കായോ? എന്റെ അമ്മ വ്ളോഗൊന്നും കാണില്ല. കൂട്ടുകാരൻ ചെയ്യുന്നുണ്ട്. ആ കൂട്ടുകാരന്റെ പേര് പറയും. അജ്സൽ അരീഷ്. അജ്സൽ അരീഷും ചെയ്യുന്നുണ്ട്. അജ്സൽ ഏത് സ്കൂളിലാ? രാമകുത്ത്. എത്ര ക്ലാസ്സാ? ഡിവിഷൻ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ബി. 5 ബിയിൽ പഠിക്കുന്ന അജ്സൽ അനീഷും റിച്ചുവിന്റെ ആക്ടിംഗ് മാസ്റ്റർ ക്ലാസിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓലന്നെ ഉണ്ടാക്കി. എന്നിട്ട് അതാ ഇതില് അത് പറയാൻ പറ്റില്ല. പറഞ്ഞാല് വിറ്റ ഇതൊക്കെ ഇതില് പറയാം, അത് ഇതില് പറയാൻ പറ്റില്ല. അപ്പൊ അതെന്തേ കാരണം? അത് നല്ലതാ. അത് കത്തുപാട്ട് ഉണ്ടാക്കിട്ട് മൂഞ്ചൊരു കാര്യമാണ്. പൈനാപ്പിൾ എന്താണ് ഞങ്ങൾ കുട്ടികൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് വയ്യറിനെന്തോ ഗുളുഗുള സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്ലാസ്സിലെല്ലാരും പൈനാപ്പിൾ കത്തുപാട്ട് ഉണ്ടാക്കേ ഓരോ ട്രെൻഡ് പാട്ട് അതില്ലേ, അത് പൈനാപ്പിളും കക്കരിക്കയും ഇതൊക്കെ ഇട്ടിട്ട് എന്നിട്ട് മല്ലിച്ചപ്പ് ഇട്ടാണ്ട് കാരക്കയും വിനാഗിരി പിന്നെ മുളകും പൊടിയും ഇതൊക്കെ ഇട്ടാണ്ട് എന്തിനാ ദ്രോഹം ചെയ്യണ ശരീരത്തിനോട്? മുളകും പൊടി പച്ചക്കറികളൊക്കെ ഇതിനാണ് കത്തുപാട്ട്. റാസാബീഗം പോലും ഓർത്തിട്ടുണ്ടാവില്ല ഈ പാട്ടുണ്ടാക്കിയപ്പോ നിങ്ങൾ ഇതിന്റെ പുറകിൽ ഇങ്ങനെ പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളത്. ഈ പാട്ടൊന്ന് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് ഉണ്ടാക്കാം. നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റൂല. കൊതി വിടും, പുടുത്തം വിടും ചെയ്യും. മാങ്ങാക്കാലോ 1 മാസം കഴിഞ്ഞാ മുട്ടയുടെ സ്കൂളിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? എടാ
വൈകുന്നേരം പാട്ടോ റിച്ചോ ഗോൾഡൻ ഫിഷ് എടാ കാറ് മാറ്റണോ ചാവി ഉള്ളിലുണ്ട് റിച്ചോ ഗപ്പി ഗപ്പി ഹൈ ചുമരം പോ ഗോൾഡൻ ഫിഷ് കുടിച്ചാൻ പോണ്ടേ വൈകുന്നേരം പാട്ടോ മറ്റേ ജവഹർലാൽ നെഹ്റുവിൻ്റെ പരിപാടിക്ക് കുട്ടികളൊക്കെ സ്കൂളിൽ പോലെ അതേമാതിരി പോണതാ ആ ബസ്സിലൊന്ന് ബാക്കിടേ അതൊന്ന് ബാക്കിട് തല നേരക്കണില്ല ആശമാതാ ചായ കുടിച്ചോ ആ എന്താ പറയണേ ഒരു പെണ്ണിനെ കണ്ടുമുട്ടിന്നോ ആ ആ പോയേ ആ കൊട്ടിന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ പെണ്ണിയാൻ പറഞ്ഞത് രാധേട്ടൻ ലൈന് സെറ്റാക്കി കൊടുത്തേ ആ നമ്മക്കൊന്നും സെറ്റാക്കി ഇല്ല താത്ത നമുക്കങ്ങനെ ആണോ അയ്യൊന്ന കൊട്ടിന്ന് നിങ്ങൾ ഇറങ്ങിയില്ലേ കൊട്ടിന്ന് ഇറങ്ങി നമ്മൾ റോട്ടിൽ കൂടെ പോന്നില്ലേ അപ്പൊ ഒരു പെണ്ണും 2 കുട്ടികളും ഉണ്ട് ഇങ്ങനെ പോള് അതെ അതേട്ടാ നോക്കാൻ വേണ്ടി തല വിരിഞ്ഞിട്ട് വെച്ചാ ചൈമക്കൊന്ന് നോക്കാൻ വെച്ചാ ഇപ്പൊ ഇവിടെ അന്നിനി എപ്പൊ വരും കുറച്ചുകൊണ്ട് പിടിച്ചാ മൂപ്പരെ ഇന്നെന്താ അയില പൊരിച്ചതോ പിന്നെ മൂപ്പരിപ്പം വരും അല്ല പൊരിച്ചിട്ടില്ല മൂപ്പരെ ഇപ്പം വരും ആ മൂപ്പര് വന്നോട്ടെ മൂപ്പര് കല്ലിൽ കുറച്ച് വിരല് കൂടിയിക്കിട്ട് ഇപ്പം രാധേട്ടന് ലൈന് സെറ്റാക്കി കൊടുത്താലോ ആഴ്ചമാത്ത പാട്ടങ്ങാടിന്ന് ഒരു താത്താനെ കാണിച്ചു കൊടുത്താലോ തുണി ഇല്ലാത്ത പെണ്ണ് ഇങ്ങക്കെതിരെ ഇന്നലെ പുതിയ പെൺകുട്ടികളൊക്കെ പാടാൻ എന്തൊക്കെ പ്ലാൻ ചെയ്യേണ്ടി അറിയട്ടെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നിങ്ങള് പുതിയ പെൺകുട്ടികളെ കുറ്റം പറഞ്ഞില്ലേ ഞാൻ ഇനിയും പറയുന്നു കണ്ടോ ഒരു കുട്ടി ആ പേടി എനിക്കില്ല ആഴ്ചമാത്ത തീറ്റ എടുക്കണതേ മെരിങ്ങ വശമുള്ള ഇനത്തിനാണ് ആഴ്ചമാത്ത ഡെയിലി തീറ്റ എടുക്കണേ വൻ പ്രൊട്ടക്ഷനാണ് ആഴ്ചമാത്തക്ക് അതൊരു ആദ്യത്തെ പ്രശ്നം തുടങ്ങി വെക്കുകയാണല്ലോ ബ്ലോഗിലൂടെ പെണ്ണുങ്ങളെ പേടിച്ചണം എന്തിനും പെണ്ണുങ്ങളെ പേടിച്ചേണ്ട ആവശ്യം പെണ്ണുങ്ങളെ പേടിച്ചു ഒരു പറയുന്നത് നമ്മൾ എടുത്തു കൊടുക്കണം ഓരോ ഡ്രസ്സ് എടുത്ത് വെക്കണം ഒരു പറഞ്ഞ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു ചിലപ്പം ബാർപ്പിൻ്റെ മുകളിൽ പോവും അവിടുന്ന് ചാടും അല്ലെങ്കിൽ ആ ആന വെച്ചിട്ട് പിടിച്ച് എരിയാറി അത് പിടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും വേറെ പണി കേട്ടു പാണ്ടിപ്പടിയിലുണ്ട് ഒരു മൊയിലോണം കുടിച്ചു കൊണ്ടെന്നില്ലേ അല്ലാതെ പാണ്ടിതുരണ്ണം കുടുങ്ങിയവിടെ എന്നുടലാണ് എനിക്ക് എൻ ഉയരാണ് എനിക്ക് കുടിച്ചു കൊണ്ടെന്നെടുത്ത് ഞാൻ ഇനി കുത്ത ചെയ്യ മാട്ടെ അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിക്കണം സ്വയിപ്പാക്കല്ല ഞാൻ പറയാ പക്ഷെ നല്ലോലും ഉണ്ട് അല്ലേ അല്ല രാധേട്ടനാണ് അതിശയം രാധേട്ടൻ എങ്ങനെയാ പോയത് ഉണ്ട് ലെഫ്റ്റിക്ക് ഇങ്ങനെ പോകുന്നുണ്ട് സുഹൃത്തുക്കളെ രാധേട്ടൻ മറ്റേ യന്ത്രത്തിൽ കയറിയ വ്ളോഗ് കാണാത്തുണ്ടെങ്കിൽ പോയി കണ്ടോക്കിട്ടെ മുഖത്തിന്റെ എക്സ്പ്രസ് പേടിച്ചിട്ട് അതിന് ചോദിച്ചിട്ടുണ്ട് രാധേട്ടാ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴേ എന്താ ഒരു ഊറ്റം ഒരാളെ ചാമ്പ കിട്ടിയപ്പോഴേ മറ്റേ ഒറ്റക്ക് ഇങ്ങനെ കൊള്ളലല്ലേ നോക്ക് പിന്നെന്തല്ലോ ഇവിടെയൊക്കെ അന്നൊക്കെ ഓരോ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടായിരുന്നപ്പോ ഞാൻ കാട്ടി കൊടുത്തതേ ചൈമക്കൊക്കെ യന്ത്രട്ടൻ രാധേട്ടൻ ഞാൻ അങ്ങനെ പോയത് ഇങ്ങനെ
ആൾക്കാര് അത് കഴിഞ്ഞ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കണല്ലോ. ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ നിന്ന് എടാ വ്ളോഗ് നമ്മള് കണ്ടിരുന്നാ തന്നെ നമ്മളിങ്ങനെ കൊറേ ആൾക്കാര് പറഞ്ഞു ഒരു മന്ദപ്പായി. വ്ളോഗ് കണ്ടോർക്ക് തല മിന്നിക്കണേ. ആദ്യമായിട്ടാണ് യന്ത്രഞ്ഞാലി കയറി തല മുന്നേ ആൾക്കാരെ കണ്ടിരിക്കണേ. വ്ളോഗ് കണ്ടിട്ട് എന്താ ഒരു ഹാപ്പിനെസ്സേ രാവിലെ തൊട്ട്. ആ നല്ല ഹാപ്പിയാ എന്തായാലും. ഒറ്റക്ക് പുറത്തൊക്കെ പോകുമ്പോ ശ്രദ്ധിച്ചോണ്ടി പുതിയ പെൺകുട്ടികളെ. ആ പുതിയ പെൺകുട്ടികളെ തേങ്ങ ചെയ്യില്ല, പിച്ചാത്തി അരി വെച്ച പോലെ. പുതിയ പെൺകുട്ടികളാണ് ശ്രദ്ധിക്കണ്ടേ. സുരക്ഷക്ക് വേണ്ടി പറഞ്ഞതാണ്, പറയാൻ പറ്റൂലേ. അജ്മത മാർക്കോനെ അയച്ചിട്ടാ മതി ആരെങ്കിലും വന്നാല്. കുടുംബടങ്ങണിക്കൊക്കെ പോകുമ്പോ ശ്രദ്ധിക്ക്. ആഴ്ചമത്ത ഉള്ള പോലെ പറയണം, ഗാന്ധിജി പറഞ്ഞ പോലെ. ആ ജവഹർലാൽ നെഹ്റു ഒന്നും പറഞ്ഞിട്ടോ പറയണത്. ആഴ്ചമത്തക്കിന് ഫ്രീഡം ഓഫ് സ്പീച്ച് കിട്ടുന്നത് ഇവിടുന്നാണ്. ഇഡ്ഡലിയും ചമ്മന്തിയോ? സാമ്പാർ ചട്നി അങ്ങനെ ഉണ്ട്. ഇരിക്ക് എന്ത് പല്ലേ പൊങ്കുളി. നമ്മളൊക്കെ പല്ലിച്ചിട്ടോ? ഞാൻ പല്ലിച്ചിട്ടുണ്ടോ? ഞാൻ ഉണ്ടോ? ഞാൻ പല്ലിച്ച തുടങ്ങി. എന്തമ്മ സ്പെഷ്യല്? ഈച്ചിന് ഹെൽത്തി ഫുഡ് കിട്ടോ? കോളോ ഇരുന്നോ? എപ്പ ഇരുന്നോ? സൂപ്പർ ടേസ്റ്റി. ആ ബസ്സിൽ പോവാ? കക്കരിക്ക വേണ്ടി രാവിലെ രാവിലെ കക്കരിക്ക് മുട്ടി. ഞാനൊക്കെ പറഞ്ഞു ബീഫും. ഇതെല്ലാം ടേസ്റ്റ് ഉണ്ട്. എന്തോ ഐറ്റാണ് എന്തായാലും എടുക്കാത്ത ടേസ്റ്റ്. ഇതിന് മധുരം ഇട്ടോ അമ്മച്ചി? അമ്മച്ചി അതിന് മധുരം ഇട്ടിക്കണോ? കുറച്ച് ന്യൂട്ടല്ലോ എങ്ങനെ പോകണം അമ്മച്ചിന്റെ സ്കൂള്? ഉഷാറായിട്ട് പോകണം. അമ്മച്ചിക്ക് സ്കൂള് ഇതായി കൂടെ ലീവ് എടുത്തൂടെ? അമ്മച്ചിക്ക് തുടങ്ങാൻ പറ്റിയൊരു പരിപാടി, ഒരു ഇതിന്റെ പരിപാടി തുടങ്ങി, ചെടീൻ്റെ. ഇല്ല ചെടിയൊക്കെ ഇപ്പോൾ കിട്ടോ? ആരാണ്ട് വാങ്ങി ഓൾക്ക് എന്തെങ്കിലും ചില്ലറ ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടം. സ്വന്തമായിട്ടൊരു 4 കാര്യം ഉണ്ടാക്കാം. ഏയ് ഞാൻ ചെടി വിൽക്കാറില്ല, കാരണം പൈസ ഇങ്ങോട്ട് വരും. മറ്റേ സ്വന്തം പോവല്ല. അത് പോയാൽ എനിക്ക് വലിയ സങ്കടമല്ല. ഇത് മേടിച്ചോണ്ടോലെ പ്രതികരണം കേൾക്കണം. പിന്നെ ഓല് നോക്കി ഇതില്ല അതില്ല ഇതിന്റെ കളർ ചേഞ്ച് ഉണ്ടോ നമ്മള് ചോദിച്ചോക്കെ ഓല് ചോദിച്ചോല്ലോ. എനിക്കത് വേണ്ട. അറിയാതൊക്കെ നല്ലോണം അറിയണോട്ടോ എനിക്കത് വേണ്ടാത്ത. ചെടി വാങ്ങാൻ പോണ്ടമ്മ സത്യത്തിലും ചെടി വാങ്ങണ്ടേ? ഒരു ചെടിയല്ല നമുക്ക് വാങ്ങണ്ടേ. നമ്മൾ നോൽവിന് കുറച്ച് പീടി ഞാൻ പറഞ്ഞതേ. ആ പീടിയെന്ന് 1-2 പാത്രം വേണം. പാത്രം പണി പീടിയ നല്ല പീടിയാണ്, കണ്ടച്ച പീടിയ. എന്തായാലും പാത്രത്തിന്റെ പീടിയല്ലേ? നോൽവിന് പാത്രം 1-2 ഉള്ളൂ, അതിലേറെ വേണ്ട. എന്താ പറയുക നമ്മളെ പാത്രങ്ങൾ പറഞ്ഞാല് 4-5 അത് പോരാ. ശരിയാണ്. ഇവിടെ 5-4 പാത്രം കൊണ്ട് ഒരു കാര്യമല്ല.
ഹായ് കോയക്കുട്ടിയാ അർത്ഥം കണ്ടാണ് പോയത്. ഇരിക്കും എന്താ പരിപാടി പോയതാണ് പിന്നെ ഇവിടെ ഉണ്ട്. ഞാൻ ഒന്നാമത് ഓൻ ഇവിടെ ഇല്ലല്ലോ, ഞാൻ ഇടക്ക് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവും. അപ്പൊ നിങ്ങളെയും കാണൂല. മന്തി വെച്ചല്ലേ ഈജിപ്തിലാണ് ഡർബിൽ പെട്ട് പോയതോ. കഷ്ണം കട്ടണ്ടേ വണ്ടി ഓ ഷെഡ് ഉണ്ട് പണിയുണ്ട്. അതിന്റെ പണി അവിടെ എടുക്കണം. അപ്പുറത്തേക്ക് ജസ്റ്റ് നീട്ടുക. തൊണ്ടക്ക് നല്ല പണിട്ടോ. എടാ തൊണ്ടക്ക് എനിക്കും പണിയുണ്ട്. നല്ല സീനാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ LSS ക്ലാസ് എടുത്തുകൊണ്ട് ഒച്ച നല്ല പണി. അപ്പൊ ഡോക്ടർ LSS ആകെ എത്ര കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കണം? ഒരു 6 കുട്ടികൾ. എന്നിട്ട് അതിനകത്ത് എന്തിനേക്ക് ഓട്ടോമാറ്റിക് വേണ്ട മനസ്സിലായി. ഒരു കാര്യം, ഇങ്ങനെ ഓലെ മുന്നിൽ 5-6 കുട്ടികളല്ലേ, ഇങ്ങനെ ഒരു സ്കൂൾ ഇജ്ജ് കസേരട്ടോ ഓലെ മുന്നിക്ക്, എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. അത്ര പോരെ? ശരിക്കും അതിന്റെ ആവശ്യമുള്ളൂ. ഇരുന്ന് പറഞ്ഞു കൊടുത്താ പോരെ, എന്തിനു വെച്ചിട്ട് പക്ഷെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അറിയാതെ ഒച്ച വരണം. പക്ഷെ അതുകൊണ്ട് ഇപ്പൊ ഭയങ്കര ഇതായി, എനിക്ക് തീരെ കഴിഞ്ഞില്ല. നല്ല വേനയൊക്കെ ഉണ്ട്. ഒരു ഡോക്ടറെ കാണിച്ചാൽ മിക്കവാറും എന്നോട് സൗണ്ട് റെസ്റ്റ് പറയും. കാരണം അത്ര പ്രശ്നം ഇന്നലെ വന്നപ്പോ ഇത്രയില്ലല്ലോ. ഇല്ല, ഇന്നലെ അത്രയും സൗണ്ട് ഇല്ല. ഇനിയിപ്പൊ സ്കൂളിൽ ചെന്ന് വരുമ്പോത്തിന് വീണ്ടും പോകും. ആകെ ഒരു ഡിവിഷനേ ഉള്ളൂ ഓരോ ക്ലാസ്സിൽ. ഇങ്ങനെ നിന്ന് പറയാനുള്ള കുട്ടികളുള്ളൂ. അതും പേഴ്സണൽ ക്ലാസ് റൂമുകൾ അല്ലേ, അടച്ചുറപ്പുള്ള ക്ലാസ് റൂം. നല്ല റൂമാ. മെല്ലെ പറഞ്ഞാൽ മതി. നമ്മളെ മാതിരി അറുതൊന്നും വേണ്ട. ഇഡ്ഡലി സാമ്പാറോ? ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, പുട്ടുണ്ട്. ആദ്യം ഹെൽത്തി ആയിട്ട് വെച്ചു, പിന്നെ പുട്ടും ബീഫും പപ്പടം കൂട്ടിയടി. ഇത് ഭക്ഷണത്തിന് മുമ്പാണ് ശേഷമാണ് ശരി. ആദ്യം ഫുള്ള് ഹെൽത്തി ഫുഡ്, ഓട്സും നിർത്തി എഴുതിയില്ല. നിങ്ങളെന്താ വൈകുന്നേരം കഴിക്കല്? താത്ത നടക്കാൻ തന്നെ. ചിക്കൻ കറി ഉണ്ടോ? ഡോക്ടർ ചപ്പാത്തി തിന്നാനാ പറഞ്ഞേക്കണെന്ന്. എന്നിട്ട് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞതല്ലേ 2-3 ചപ്പാത്തി ഒക്കെ തിന്നു. അപ്പൊ വൈകുന്നേരം അതുള്ള മരിബക്ക് എന്റെ ചോറുന്നു വൈകുന്നേരം 3 ചപ്പാത്തിക്ക് പറഞ്ഞതുകൊണ്ട് അന്തിക്ക് കിടക്കണീന്റെ മുന്നേ 3 ചപ്പാത്തി, വൈകുന്നേരം എന്റെ ചോറുന്നു. അതേമാതിരി 6-5 ചപ്പാത്തി തിന്നല്ലേ, ചോറുന്നല്ലേ. ആ ചപ്പാത്തി എന്താ പറയണേ, അത് വളർച്ച അങ്ങനെ തിന്ന് അങ്ങനെ എന്നിട്ട് എന്തായാലും നോക്കാ. ജിമ്മത്തെ ടൂർ വരുന്നുണ്ട്, ബാക്കെല്ലാരും അല്ല ജിമ്മിന്റെ ടൂർ ഞാൻ പോകലുള്ളൂ, അല്ലാത്തൊന്നും പോകാൻ. ഗസ്റ്റ് ആയിട്ട് പോകും. കാരണം ജിമ്മിലും ഗസ്റ്റ് ആണ്. കാരണം ആകെ മാസത്തില് ഒരു ദിവസം ബാക്കൊന്നും ഭയങ്കര പൊലിവില്ല. നിങ്ങൾ ഇതിട്ടിക്കണല്ലേ, ഭയങ്കര പൊലിവിച്ച ഭയങ്കര ആകെ ചവിട്ടി പിന്നെ എടുത്തിക്കണ പറഞ്ഞു. അങ്ങനെയൊക്കെ പറന്നുകൊണ്ട് കാര്യമായിട്ട് വർക്കൗട്ട് ചെയ്യണമല്ലോ. തിരിച്ചു വന്നതിന്റെ ഒരു കോച്ചിന്റെ സന്തോഷം അത്രേ ഉള്ളൂ. കോച്ചിന് ഇങ്ങനെയുള്ള ആളുകൾ കിട്ടുന്ന പ്രത്യേക സന്തോഷമാണ് അല്ലേ. ഇവരെന്തെങ്കിലും വന്നാ മതി ബാക്കാക്ക. അവിടെ ഓല സ്റ്റെപ്പ് കേറുന്നുണ്ട് എന്നറിഞ്ഞാ മതി. ഇങ്ങോട്ട് അറിയണ എന്താ അറിയോ, നിങ്ങളൊന്നും വന്നാ മതി. ഇവിടെ കുറച്ചെന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ പോയിക്കോളി. ഇനിയൊക്കെ മൂപ്പർക്ക് കിട്ടിയാണ്, മൂപ്പര് ഇടിച്ച് പെയ്യും. പക്ഷെ എന്താ അറിയോ, വെച്ചിട്ടാണ് ഞാൻ കൊടുക്കാറ്. ഇന്നലെ കുറച്ച് ദിവസമായിട്ട് ഇന്ന് ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂല്ലോ, പേടിച്ചിട്ട്. എനിക്ക് ഈ ശ്വാസം മുട്ടൽ വന്നേ, കപക്കെട്ട് ശ്വാസം മുട്ടൽ വന്നാൽ പിന്നെ അതിന് നമ്മൾ പേരാതെ വീണ്ടും സ്ട്രെയിൻ ചെയ്താൽ നമുക്ക് പിന്നെ ജിമ്മിന്റെ ഒരു ഇത് ശ്രദ്ധിച്ചു. നമ്മളിങ്ങനെ ഡെയിലി ഒക്കെ പോയി സെറ്റ് ആയി വരുമ്പോൾ ഒരു അസുഖം ഒറ്റ വരവാ, പിന്നെ അതേപോലെ പോലെ. പിന്നെ അത് 1 മാസമാണ് ഇപ്പത്തെ അസുഖം. 1 മാസത്തിന്റെ മേലെ നമ്മളെ കൊണ്ടുപോകണം. ഒരു കപക്കെട്ടൊന്നും വന്നാൽ വെറുതെ അസുഖം മാറി കിട്ടുള്ളൂ, ആന്റിബയോട്ടിക് എടുത്താലും ഒക്കെ. എന്തായാലും ഇനി അധിക കാലം ഈ ഫീൽഡിൽ ഉണ്ടാവും തോന്നുന്നില്ല, ടീച്ചിങ് ഫീൽഡ്. നോക്ക് 20 വർഷമായിട്ട് ഞാൻ എപ്പോഴാ പറയുന്നത് എനിക്ക് മടുത്തിക്കണ്. പക്ഷെ ഞാൻ ഒരു ബ്രേക്ക് എടുക്കണം, ഒരു 5 കൊല്ലത്തെ ബ്രേക്ക് എന്തായാലും ഞാൻ ഇപ്പൊ അടുത്തെടുക്കും. എന്ന് ബലോട് പറയുന്നുണ്ട് ഇനി ഒന്ന് നിർത്തിച്ചു. 20 കൊല്ലം അല്ല, ഞാൻ മിക്കവാറും തെറ്റില്ലാത്തോണ്ട് വലിയൊരു ബ്രേക്കൊക്കെ പോകും. നിങ്ങള് നൽകൂലോ? ആണോ? ഇങ്ങോട്ട് ആര് പറഞ്ഞാലും വിശ്വാസം. ഞങ്ങളെന്നോട് പറഞ്ഞാൽ എന്താ അറിയോ, ഞാൻ ഇതുള്ള പിന്നെന്തിനാ എന്തൊക്കെ പ്രശ്നമാണെങ്കിലും അത് സിമ്പിൾ ആയിട്ട് വിടും. ഓൻ പറയുന്നെന്താ അറിയോ, എനിക്കും ആ പരീക്ഷ എഴുതണം. ഇവര് പറഞ്ഞ് പേടിപ്പിച്ച സ്ഥിതിക്ക് എനിക്കും അത് എഴുതണം. ഞാൻ ഇതുള്ളല്ലോ, പിന്നെന്തിനാ ബേജാറാണ്.
കിട്ടൂല. ഓൻ പറയണ അത് നമ്മളെ ബാധിക്കാൻ വരുന്നില്ല, ഈ പേടിപ്പിച്ചുണ്ടാകുക. ഞാൻ ഏത് ലജ്ജു ചെയ്തണ്ടാവും ഇവർക്ക് ശേഷം വന്ന സാധനങ്ങളല്ല അതൊക്കെ പറ്റൂല. നമ്മള് വിൽക്കൂലേ, എന്നാ അതൊക്കെ വിറ്റ് വേറെ പണിക്കോ. നമ്മളെ പൈസ കിട്ടിയാണ് ഞാൻ വേറെ പണിക്ക് പോകും. വെറുതെ കിടക്കണ്ടല്ലേ. 99 മാർക്കാ ടറ്റില് 99 മാർക്കുണ്ട്. എല്ലാരും ഓരോ ഒബിസി അറിഞ്ഞു, ടറ്റില് നായരെ എല്ലാരും കടത്തി വെട്ടി മാർക്ക് ജനറലായി പോയി. ഒരു കാര്യം ഉണ്ടായില്ല, ആ സർട്ടിഫിക്കറ്റ് പക്ഷെ എന്താ ഡീസന്റ് ആയിട്ട് എനിക്ക് പറഞ്ഞൂടെ, ഒരാളെ മുന്നിൽ TTC കഴിഞ്ഞിട്ടുണ്ട്, ടെറ്റ് എഴുതിയിട്ടുണ്ട്, ഹിന്ദിന്റെ കോഴ്സ്, ഹിന്ദി അറബിക്ക് ഒക്കെ പാസ്സായതാണ്. ഹിന്ദി ക്വാളിഫിക്കേഷൻ, അറബി ക്വാളിഫിക്കേഷൻ, 10 ലാംഗ്വേജ് ക്വാളിഫിക്കേഷൻ. ഓരേ ഹിന്ദിന്റെ ഓന് +2ന്റെ കൂട്ടത്തിൽ എന്തൊക്കെ എടുപ്പിക്കാൻ പറ്റുമോ അതൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. +2ന്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്ത് കണ്ട ഓനെ ജാമ്യന്ന് കൊണ്ടുപോയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു വിദ്യാഭ്യാസ സിസ്റ്റത്തിനോട് തന്നെ നമുക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കൊറേ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പറഞ്ഞുള്ളി പൊടിക്ക് പറയുകയാണെങ്കിൽ കൊറേ പറയണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിന് കുട്ടികളുടെ ബുക്കിലൊക്കെ അതായത് ചില കണ്ടന്റൊക്കെ ഹൈ ലെവൽ കണ്ടന്റാണ്. പരീക്ഷ 1ാം ക്ലാസ്സിലെ കുട്ടികളെയും പരീക്ഷ 1ത്തെ 2ത്തെ കുട്ടികൾക്ക് 10ത്തെ പരീക്ഷ. ഈടാ മാത്സിലെ ചോദ്യങ്ങളൊക്കെ അത്രയും ചിന്തിച്ചെത്തേണ്ട സാധനങ്ങളൊക്കെ ഞാൻ 1ലും 2ലും പഠിപ്പിക്കണില്ല. ഞാൻ വെറുതെ ചോദ്യ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി. അപ്പൊ എന്തിനാണ് ഈ കുട്ടികളെ ഇങ്ങനത്തെ ഭാരങ്ങൾ കൊടുക്കേണ്ട ആവശ്യം? പിന്നെ നമ്മൾ ഈ ഓരോ സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ അവിടെയൊക്കെ അങ്ങനെ കുട്ടികളെ കാണുമ്പോൾ വെറുതെ ഓലെ രക്ഷിതാക്കളൊക്കെ വെറുതെ അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഇതിങ്ങനെ വെറുതെ ചോദിക്കലുണ്ട്. എടാ ഓലത്തൊക്കെ അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. അതായത് ഓലത്തെ എങ്ങനെയാ വെച്ചാല് ആ നാടുമായി ബന്ധപ്പെട്ട ഓൽക്ക് വരുന്ന കാര്യങ്ങൾ ഓലെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൂടുതലും. അതിന്റെ കൂടെ അക്കാഡമിക്സ് ഉണ്ട്, ഇല്ല എന്നല്ല, എല്ലാം ഉണ്ട് ഓൽക്ക്. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനത്തെ സാധനങ്ങൾക്ക് കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഓലെ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഓല നാട്ടിലല്ല പുറത്ത്. അതായത് കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വന്നിക്കണം അവിടെയൊക്കെ. നമ്മളിപ്പോഴും ദാമ് 100 വത്തൊക്കെ വാങ്ങി അതിൽ ലോറി കുത്തിയാല് എത്ര വത്തൊക്കെ ബാക്കി അങ്ങനത്തെ ഓരോ പണിക്കാര്. ആ പണിക്കാരന് ഈ പണിക്ക് പോയപ്പം ഈ പണിയും കിട്ടിയില്ല, ആ പണിയും കിട്ടിയില്ല, കിട്ടിയ പണിന്റെ കൂലി എത്ര സ്ക്വയർ മീറ്റർ അളവില് ഒരു കൈക്കോട്ട് കുത്തിയാൽ 300 കൈക്കോട്ട് കുത്തുമ്പോ എത്ര സ്ക്വയർ മീറ്റർ ബാക്കി ഉണ്ടാവും അന്തം മുട്ട ചോദ്യങ്ങൾ ആദ്യം എടുത്ത് ഒഴിവാക്കണം. അങ്ങനെ കുറെ സംഭവങ്ങൾ. അതല്ല ട്രെയിനിന് ഏത് സമയത്ത് എത്തുന്നൊക്കെ ചോദിച്ചു. ട്രെയിന് തോന്നിയ മൈലെത്തുള്ളൂ, എങ്ങനെ പോയാലും പല കാര്യങ്ങളും ട്രെയിൻ എത്തൂല. അങ്ങനെയൊക്കെ കുട്ടികൾ ഉത്തരം ചെയ്തേക്കുന്ന കാലാണ്. ട്രെയിൻ ഇന്ന് ചൊവ്വാഴ്ചയാണെങ്കിൽ മറ്റന്നാൾ എന്തിനാ ഇതിന്റെ ആവശ്യം? അങ്ങനെ കുറെ അറിയണ്ടെന്ന് ചൊവ്വയാണെങ്കിൽ അടുത്ത മൊബൈലിൽ നോക്കിയാൽ സാധനം കിട്ടുമല്ലോ. അത് നമ്മൾ പറയുമ്പോ ഒരു മിസ്റ്റേക്ക്. എന്താറിയോ ഒരാവശ്യം ഇപ്പൊ നമ്മള് കുട്ടികളോട് ഒരു എടാ വേണ്ട, ഞാൻ മിഞ്ഞാന്നേ മെമ്മറി പരിശോധിക്കാൻ വേണ്ടി കണ്ടേ ഞാൻ കുട്ടികളോട് സ്കൂളിൽ പോവാ വൈകിട്ട് ഇങ്ങനെ വൈകിട്ട് ഈ ലുക്കിലെപ്പിച്ച് പോണത് അത് നേരം വെക്കി അങ്ങനെ തന്നെ എത്തിക്കണേ. ഷൂറോ ചെമ്മാട്ടുകാരായിട്ടുള്ള ഷൂറോ എന്ന് പറഞ്ഞിട്ടുള്ള ടീം ഉപ്പച്ചിക്ക് സമ്മാനമായി നൽകിയിട്ടുള്ള അത് തുറന്നാണി നോക്കട്ടെ. മൈക്ക് ഇവിടെ കേട്ടോ. ഫസ്റ്റ് ഉണ്ടോ, ഇത് അടച്ചാൽ മതി. ഇത് പൂട്ടുക, ചാവി അടയും വെക്കുക, ഓണാക്കുക, തുറക്കുക. ഉണ്ടോ, നമുക്ക് ഇതിൽ ഏതിൽ വേണമെങ്കിലും നമ്മുടെ ഷൂ നമുക്ക് കീപ്പ് ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഇടുന്ന ഷൂ ഏതാ, ഇതിന് മാച്ച് ചെയ്തേതാ പറയടാ. ഇതാണോ? അതല്ല, അത് വേണ്ട, അതല്ല, അതാ പറയും. ഇതോ പഠിക്കോ? അതോ ബ്ലാക്ക് ആണോ? ബ്ലാക്ക് അത് തന്നെ. ഓക്കെ,
ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ? 1 പൊടിയടിക്കൂല, 2 കള്ളന്മാർ കൊണ്ടൂല, 3 പാമ്പ് കയറി. അതാണ് കൂടുതൽ അപകടം, ഡേഞ്ചർ വരുന്നത്. അങ്ങനെയാണ്, ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരോടും ലാൽ സലാം. മമ്മൂട്ടിൻ്റെ ആളാണല്ലേ, മമ്മൂട്ടി സലാം. 5 മിനിറ്റ് കൊണ്ട് സ്കോർ ചെയ്ത് പോയി. ബ്ലോഗ് ഫുള്ള് കൊണ്ടുപോയി. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ കുട്ടികളെ കത്ത് ചെയ്താൽ പഠിപ്പിച്ചാണ് ഇന്നത്തെ കാലത്ത് ആരെ കത്ത് ചെയ്തതിന് അത് അറിയണം. പക്ഷെ വെറും ഒരു കത്തുമ്പോ കൂടേണ്ട ആവശ്യം എന്തായാലും മെയിലയക്കാൻ പഠിപ്പിക്കണ്ടേ? ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറണ്ടേ? വലിയ വലിയ കമ്പനികൾക്കൊക്കെ മെയിലാണ് അയക്കണത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മെയിലാണോ? വെരി ഗുഡ്. യുവർ HM നക്ഷത്ര സന്ധ്യ 123 അല്ല 1 2 3 ഇതാണ് വായിക്കണം. അങ്ങനെ വായിക്കണം. അങ്ങനെ നക്ഷത്ര സന്ധ്യ 1 2 3 എന്ന് പറഞ്ഞാൽ 123ാമത്, അതാണ് 1 2 3 വാർഷികവും യാത്രയപ്പും ഇത് കൊടുക്കുക. കേട്ടല്ലോ, നമ്മുടെ സ്കൂളിന്റെ ടീച്ചർ 1 ഇതാണ് ഇത് ഇതൊക്കെയുള്ളത്. മനസ്സിലായില്ലേ? ഞങ്ങളെ പ്രത്യേകതകൾ ഇതിന്റെ ബാക്കിലുണ്ട്. സ്കൂളിന്റെ ഇതെല്ലാം കൂടി കണ്ടിട്ട് നിങ്ങളെ കുട്ടികളൊക്കെ ഞങ്ങൾക്ക് ഒഴുകണം. ഇത് നിങ്ങൾ സ്കൂളിൽ സെൻസർ ചെയ്യണോ? 1 2 3 ആണ്. ഈ കാർഗോന്റെ വെട്ടി കുറച്ച് ദിവസം അവിടെ കൊണ്ടുവച്ചോളൂ. അതുണ്ട്, അത് 1 2 3 ആണ്. 1 2 3 കാർഗോ. 123ാമതാണ് നക്ഷത്ര സന്ധ്യ. ഇത് ഒരു പാരന്റ് നിർദ്ദേശമാണ്. കുറെ പേരുകൾ ക്ഷണിച്ചു. ഇതിന് സമ്മാനമുണ്ട്. ഇതൊരു പാരന്റ് പിന്നെ സജസ്റ്റ് ചെയ്ത ഇതാണ് നക്ഷത്ര സന്ധ്യ 1 2 3 അതായത് ഈ 1 2 3 വെക്കാനുള്ള കാരണം എന്താണ്? ഇപ്പൊ എല്ലാവരും 1 2 3 1 2 3 അങ്ങനെ ഇതുണ്ടല്ലോ, പുതിയൊരു ഇതുണ്ട്. ഇപ്പൊ നമ്മൾ കാർഗോന്റെ പറഞ്ഞ പോലെ. അപ്പൊ 123ാമത് വാർഷികം 903 സ്ഥാപിതമായതാണ് ഗവൺമെന്റ് മോഡൽ UP സ്കൂള്. അതിന്റെ 1 2 കിട്ടില്ല. അതാണ് അടുത്ത 1 2 4 ആവും അടുത്ത വർഷം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ക്ഷണിക്കാണ്, നേരത്തെ വരിക. പിന്നെ ഫുഡ് കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. രക്ഷിതാക്കൾ തൊട്ടപ്പുറത്ത് ഫർസ അല്ലെങ്കിൽ എന്താണ് മുസല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങാം. ഒരു സ്ഥലത്ത് മാത്രം പോയിട്ട് ഫർസയിൽ പോയിട്ട് മാത്രം തിരക്കുണ്ടാക്കരുത്. ഇപ്പുറത്തേക്ക് മുസല്ല ഉണ്ട്, പിന്നെ റൈദാൻ അങ്ങനത്തെ കടകളിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, പരമാവധി സഹകരിക്കുക. എന്ത് ടോക്കണാ? ടോക്കണ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ ഫുഡിന്റെ പാക്കറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ടോക്കൺ കൊടുക്കണ്ട. അതിൽ കുറച്ച് എന്തായാലും ബാക്കി വരുമല്ലോ, അത് നിങ്ങൾക്ക് തരും. എന്നിട്ട് ഫർസിൽ എടുക്കണ്ടോ നോക്കി നിങ്ങൾ. അതാ പറഞ്ഞത്, ഞങ്ങളെ കുട്ടികൾക്ക് കൊടുത്താൽ ടോക്കൺ ഉണ്ടല്ലോ, സീലടിച്ചേ. ഒരു 3 മൊബൈൽ നമ്പർ പോലും നമ്മളെ സ്കൂളത്തെ കുട്ടികൾക്കൊന്നും മെമ്മറി പവർ ഇല്ല. അപ്പൊ എന്നറിയോ, ഇത് നിക്ക പാപ്പ അടിച്ചു, ഇത് നിക്ക അമ്മ അടിച്ചു. ഞാൻ വന്ന് ക്ലാസ്സിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറഞ്ഞാൽ ഒരു കുടുംബത്തെ ഏട്ടന്മാരതും അഞ്ചന്മാരതും ആങ്ങളാരതും വീട്ടിലത്തെ ഒരു 10 മൊബൈൽ നമ്പർ പഠിച്ചു നോട്ട്ബുക്കിൽ എഴുതി എന്നിട്ട് പഠിക്കും. ഞാൻ സമ്മാനം തരാറുണ്ട്. എന്തിനാ അറിയോ? മെമ്മറി ഉണ്ടാക്കി. അങ്ങനത്തെ ചിന്തകളൊന്നും ബാധിച്ചു. പിന്നെ മെമ്മറി പവർ ഞമ്മക്ക് തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അതായത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. കോളേജിൽ പഠിച്ച സമയത്ത് നമ്മളിത് ഉപയോഗിക്കായിട്ട് കോളേജ് പഠിച്ച സമയത്ത് ക്യാമ്പസ് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രസംഗിക്കാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറെ വായിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. എവിടെന്നെങ്കിലും പഠിച്ചെടുത്തുകൊണ്ട് വായിച്ചൊക്കെ ചെയ്തിന് ആക്കെ നിന്നല്ലോ കുറെ കാലമായിട്ട്. അപ്പൊ നമുക്ക് മെമ്മറി പവർ കുറയുന്നുണ്ട്. ഈ സാധനം നമ്മൾ ഷാർപ്പൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറയൂലേ, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ. എന്നിട്ട് ഞാൻ പുസ്തകം വായിക്കൽ തുടങ്ങി വീണ്ടും റിവേഴ്സ് ചെയ്യാനാ പറയണത്. ഇല്ലെങ്കിൽ ഈ ബ്രെയിൻ അമർന്ന് കിടക്കും. ഈ വാച്ചെടുത്ത് ഇത് കുറച്ച് ദിവസം അങ്ങോട്ട് കിട്ടുക വലത്തുമേ. ഇപ്പൊ സ്ഥിര തിമ്മലാണോ? ഈ അടുത്ത കഴിയുമ്പോ തന്നെ നഞ്ഞ് 2 ദിവസം അങ്ങോട്ട് കിട്ടുക. അതിലുണ്ട് നമുക്ക് നമ്മളെ ബ്രെയിനിന് ഇത് കൊടുക്കുമ്പോ നിർദ്ദേശം ഒരു മാറ്റം. അപ്പൊ നമ്മളെ ബ്രെയിനൊന്ന് തട്ടി കുറച്ചു നേരം റിവേഴ്സിക്ക് നടക്കുക, ഒന്ന് ഫ്രഷ് ആവും. റിവേഴ്സ് കിടക്കുക. അപ്പൊ നമുക്കൊരു കരുതലും ഒരു മുന്നിൽ കിടക്കാൻ നമുക്ക് ആരും കാണിച്ചു തരണല്ലോ, കണ്ണും കാണും ചെവിയും കേൾക്കും. പക്ഷെ റിവേഴ്സിക്ക് അതില്ല. അപ്പൊ നമ്മളെ ബ്രെയിനൊന്നും കൂടി ഇപ്പൊ അതൊക്കെയാണ്
പുതിയ കാര്യങ്ങൾ പറയുന്നത് ബ്രെയിനെ നീപ്പിക്കാൻ. അതുപോലെ തിയേറ്ററിൽ തിരിഞ്ഞിരിക്കുക, ബ്രെയിൻ വർക്ക് ചെയ്യാന്. തിയേറ്ററിൽ ബാക്ക് അതുപോലെ നമ്മള് സൗണ്ട് കാർ ഓടിക്കുമ്പോഴും തിരിഞ്ഞിരിക്കുക. കാര്യമായിട്ടൊരു കാര്യം പറയും അമ്മച്ചി പറഞ്ഞ കറക്റ്റാണ്. നമ്മളിത് വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊക്കെ പറയും. നമ്മളെ ബ്രെയിന് ജസ്റ്റ് വർക്ക് ചെയ്യാനാണ് വാച്ച് തിരിച്ചു കെട്ടാൻ പറയുന്നത്. കാരണം അത് ചെറിയൊരു കാര്യമാണ്. അതേമാതിരി എനിക്കങ്ങനെ സെക്കൻഡ് പുസ്തകത്തിലില്ലോ എനിക്ക് അങ്ങനെ ഓർത്തെക്കാൻ കഴിയില്ല. പക്ഷെ അല്ലാത്ത കുറെ കാര്യങ്ങൾ എനിക്ക് നല്ല ഓർത്തെക്കാൻ കഴിയുന്ന ആളെ. പക്ഷെ അത് കുറഞ്ഞിപ്പോ. അപ്പൊ ഞാൻ വീണ്ടും ഇപ്പൊ വായിക്കൽ തുടങ്ങി. ഇപ്പൊ പുസ്തകം ഇങ്ങനെ ഓർഡർ ചെയ്യും, ഇങ്ങനെ വായിച്ചു. ഒരു സാധനം ഒരു ദിവസം 1.5 മണിക്കൂർ ഇപ്പൊ വായിക്കാൻ പണ്ട് നമുക്ക് ഇമ്പോസിഷൻ തന്നീനി എന്തേനി ഒരു 10 വട്ടം എഴുതുമ്പോ നമ്മളത് പഠിക്കും. അതിനല്ലേ ഇമ്പോസിഷൻ തന്നീനി. അത് ഇപ്പൊ നമ്മൾ ഇമ്പോസിഷൻ കൊടുത്ത കുട്ടികൾ ചെയ്യല്ല. ഇപ്പൊ ഞാൻ വായിച്ചോണ്ടിരിക്കുന്ന പുസ്തകം അതാണ്. ഭഗത് സിംഗ്. അപ്പൊ ഇന്റെ അടുത്ത് ഇഷ്ടംപോലെ പുസ്തകമുണ്ട്. അപ്പൊ ഞാൻ എന്നും 1.5 മണിക്കൂർ അതിലേറെ നമുക്ക് ഇപ്പൊ നമ്മള് ബാക്കി പരിപാടി സമയം കിട്ടില്ല. അല്ല അജ്ജി സാധാരണ ഇതിന്റെയൊക്കെ വീഡിയോ കണ്ടിനി ആളിനിയല്ലോ. ഞാൻ എല്ലാം വീഡിയോ കാണും, പിന്നെ ഈ ബുക്കും വായിച്ചു. അങ്ങനെ കേട്ടല്ലോ. അന്ന് നമുക്കൊക്കെ വീഡിയോ കാണിച്ചേ സിംഗിന്റെ അല്ല ആരതൊക്കെ കാണിച്ചേ നെഹ്റുവിന്റെ വീരപ്പന്റെ. എനിക്ക് വിപ്ലവ നായകന്മാരെ ഭയങ്കര ഇഷ്ടം. ഹലോ ഞാൻ എല്ലാരും കാണും. എല്ലാരും കാണും. ഇപ്പൊ ഹിറ്റ്ലർ, മുസോളിനി, സദ്ദാം ഹുസൈന്, ഇതൊക്കെ ഇവ നമുക്ക് കുന്നത്ത് നമ്മൾ അന്ന് ഇരുന്ന് കണ്ടില്ല. വയനാട്ടിന്നോ ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഡാഡിക്ക് യൂട്യൂബിലിട്ടോ. അപ്പൊ ഈ ഇറാന്റെ ഈ ചരിത്രവും കാര്യങ്ങളൊക്കെ സദ്ദാം ഹുസൈൻ യൂട്യൂബില്ല എല്ലാ ടിവിയിലും ഇപ്പൊ കിട്ടുന്നു. എല്ലാം സ്മാർട്ട് അല്ല ഇപ്പം അല്ലേ? ഇറങ്ങണൊക്കെ അങ്ങനെ അതിന് വിലയൊന്നുമില്ല. അതാണ് മേലെ ടി വി. ഇപ്പൊ എന്താ വെച്ചാ എത്ര എടാ അങ്ങനെ ഡാഡിക്കൊക്കെ അത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാല് മൂപ്പരൊക്കെ അത്രയും ചരിത്രം ഇതൊക്കെ ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കേൾക്കണ ആൾക്കാരാണ്. ഡാഡി പത്രം വായിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, വായിച്ചു. 2-3 പത്രം വരുന്നുണ്ട് അവിടെ. അപ്പൊ എന്താ വെച്ചാല് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നല്ലതാണ്. യൂട്യൂബിൽ മൂപ്പർക്ക് ചരിത്രം കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു ഇട്ടെടുത്താൽ ഇരുന്ന് കാണും. പിന്നെ മൊബൈലില് ഷാർപ്പൻ ചെയ്യാൻ 250 വരിക മൊബൈലില് ഒന്നും കാണുന്നില്ല. പിന്നെ അതിക്ക് നോക്കിയിരിക്കാൻ കിടങ്ങാറല്ലേ. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. സ്ക്രീന് സ്കീമാണ്. ഞാൻ ഒന്ന് ഉറങ്ങി എണീക്കട്ടെ. എനിക്ക് ടൈം ഞാൻ ഇറങ്ങിയാലോ എന്നാ കാണാം. പോയി ഞാൻ വൈകുന്നേരം വരാം. വിളിക്ക്. ഇന്നെത്തോലോ നശ്വാ, ഇന്നെത്തോലോള്. അപ്പൊ സുഹൃത്തുക്കളെ അഫീഫും എടാ ഇതന്നെ കാറും കണ്ടിട്ടേ. ആ അഫീഫും ഈസാനും എണീച്ചിട്ടില്ല. ഇന്നത്തെ വ്ളോഗ് നമ്മൾ വെറുതെ ഒരു രസത്തിന് എടുപ്പിച്ച വ്ളോഗ് കേട്ടോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ 29 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. എനിക്ക് വല്ലാണ്ട് ആക്റ്റീവ് ആകാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചാൽ നല്ല മന്ദപ്പുണ്ട്. ഒന്നാമത് ഇന്നലെ മെല്ലെ ജിമ്മിന് പോയി തുടങ്ങി. അപ്പോൾ ആകെ ഫസ്റ്റ് ദിവസം ആയതുകൊണ്ട് നല്ല കൈ ഇടയിൽ കുടുങ്ങിയ പോലെ കൈ ഇങ്ങനെ നിൽക്കണപ്പോൾ ആണ് ഫസ്റ്റ് ദിവസം തന്നെ ഇതാക്കിയിട്ട് നല്ല വേദന ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും നമുക്ക് കാണാം. രാവിലെ പോയിട്ടല്ലേ ജിമ്മില് കൊറേ ദിവസം പോയിനി, പിന്നെ പോയില്ല. അങ്ങനെ ഇന്നലെ രണ്ടാമത് തുടങ്ങി. അവിടെയുള്ള കുട്ടികൾ കാശുള്ള കുട്ടികൾ അതേട്ടാ നിങ്ങളെ പരിപാടി ഉണ്ട് അനാസാക്കാനോട് ഞമ്മ കാര്യം പറഞ്ഞോണ്ടിട്ടാ. ഞാൻ പറഞ്ഞു നിങ്ങളെ പോയി പറഞ്ഞാൽ അവിടെ ഉണ്ടാവും ചിലപ്പോൾ കഴിഞ്ഞ അണിയൊന്നല്ല അല്ല എന്ത് ആന്നല്ല പാട്ടിന് പോകേണ്ടില്ല. ആണോ? അത് ബോറായി. ആണോ? പോകാൻ പാടില്ല.
അങ്ങനത്തെ സ്ഥലത്ത് പോകാനേ പാടില്ല. ഞാനോ ഉള്ള സ്ഥലത്ത് എല്ലാ ആൾക്കാരും പിന്നെ ഫോട്ടെടുത്തൊക്കെ ഒഴിവാക്കി. ശരിക്കും ഞാൻ അങ്ങനത്തെ സ്ഥലത്തൊന്നും ഇറങ്ങാൻ പാടില്ല അല്ലേ? അല്ലല്ലേ? ആ ഒരു അപ്പം സെലിബ്രിറ്റി നമ്മൾ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് പോയി. ആ മനസ്സിലായി. ശരിയാണോ? അല്ല ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ചു. അല്ല ശരിയാണ്. അല്ലേ? നമ്മൾ ശരിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. നമുക്കൊരു ഗെറ്റപ്പ് പോവാം. നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരിക, ഇങ്ങോട്ട് വരണം. അങ്ങോട്ട് പോകാം. നമുക്ക് ഒരു കൂളിംഗ് ഗ്ലാസും പാൻറ്റും ഇതൊക്കെ ഉണ്ട്. ഒരു കിഡിലും കോസ്റ്റ്യൂമിലൊരു റീൽ ഇറക്കിയാണ്. പാൻറ് ഇട്ട് അങ്ങനല്ല, ഷൂ ഉണ്ട്, പാൻറ് ജാക്കറ്റ് ഉണ്ട്, കൂളിംഗ് ഗ്ലാസിന് എന്തായാലും എല്ലാ സാധനവും ഉണ്ട്. ഇന്ന് പഠിച്ചിട്ട് പാൻറ് ഉണ്ട്, ഷൂ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ അങ്ങനത്തെ ഒരു നമുക്ക് റീൽ ഇറക്കിയാലോ ഒരു ദിവസം. 24-ാം തീയതി ഒരു കോളേജ് പരിപാടി ഉണ്ട്, അതിന് പോയാലും നമുക്ക്. കോളേജ് 24-ാം ഫുള്ള് കോളേജ് ഡാൻസും പരിപാടിയാവും. ആ നോക്കട്ടെ ഞാൻ 24-ാം തീയതി. അപ്പോൾ നമ്മളെ വണ്ടി വരൂലേ? വണ്ടി 26 പേരുള്ളൂ. ഈ ഒരു ഇന്ന് 21, നാളെ മറ്റന്നാളേ മറ്റന്നാളല്ലേ? മറ്റന്നാൾ ഇന്ന് 21 23, 24 എവിടെയാണ് വണ്ടി? ഇപ്പൊ കറുപ്പ് വണ്ടിയില്ല, കറുപ്പ് വണ്ടിയും പണിയില്ല. ഏത് കോളേജിലാണ്? ഐഡിയൽ കോളേജ് എവിടെ? ചെർപ്പുളശ്ശേരി. അവിടെ ബന്ധക്കാരുണ്ടോ? ബന്ധുക്കാർ അവിടുന്ന് മുന്നേറ്റാൻ തന്നെയാണ്. ആണോ? അതൊക്കെ ഒഴിവാക്കിയാ അവിടുന്ന് അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല. അതൊന്നും വിഷയമല്ല. അതിനിപ്പോ എന്താ, അതൊക്കെ പണ്ടല്ലേ, പണ്ടത്തെ കാലത്ത്. പണ്ടത്തെ കാര്യം. ഇവിടെ കളിപ്പറമ്പിൽ പെണ്ണിട്ടാൻ തന്നെ. അല്ലാത്ത അവിടെ കളിപ്പറമ്പിൽ അവിടെ രാജരാജേശ്വരി അമ്പലത്തിൻ്റെ മേലെ പുഴക്കളങ്ങര ലക്ഷം വീട് കോളനി. അതൊന്നും വിഷയമല്ല. നമുക്കതൊക്കെ സാമ്പാറ്റ മുരിങ്ങക്കായമായിട്ടേ ഉള്ളൂ കുട്ടി. ഇതൊന്നും വലിയ അത് എടുത്ത് ഒഴിവാക്കും. ഒഴിവാക്കണം, അതൊക്കെ ഒഴിവാക്കാം. പറ്റാത്തത് പോഞ്ഞ പുള്ളി പുറത്താ. അത്രേ ഉള്ളൂ. ആരാല് ഒരു ദിവസം പൊറാട്ട ഉണ്ടാക്കണം പെരയില്. അത് പറ്റും. അതിന് പറ്റിയ ആൾ വേണ്ട. ആരുണ്ടാക്കണം? ഇപ്പം ഉണ്ടാക്കും, ഇപ്പച്ചി ഉണ്ടാക്കും. ഇപ്പച്ചി നാളെ അമ്മ അടിച്ചുണ്ടാക്കി പൊറാട്ട. പക്ഷെ പൊറോട്ട നല്ല ടേസ്റ്റ് ഇല്ലേ? ഇപ്പച്ചി ദേഷ്യം പിടിച്ചിട്ടൊക്കെ അടിച്ചു. ഇത് വല്ലാത്തൊരു കട്ടക്കാരായി എന്ന് പറഞ്ഞാൽ അടിച്ചാൽ വെക്കും. ഉപ്പച്ചിക്ക് പണി വെക്കാം. ഇന്ന് രാവിലെ അബ്ദുറഹ്മാന്റെ വലയിൽ അബ്ദുറഹ്മാനാരാ? അടുക്കത്ത് എൻ്റെ ആ ചെക്കൻ ദുബായി നിന്നുണ്ടല്ലോ. മേത്തല കുഞ്ഞുട്ടിയൊക്കെ ചെക്കൻ ഇർഷാഖാന്റെ അപ്പ. മേത്തല കുഞ്ഞുട്ടി അല്ലല്ലോ. താഴത്ത് ആ അബ്ദുറഹ്മാനില്ലേ? അവിടെ ഇപ്പൊ പറ്റിയൊന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നു. അല്ല പിന്നെ ജർമ്മൻ ഷെപ്പേർഡ്, രാജപാളയം ഉണ്ടായിരുന്നില്ല ഏട്ടനും. ആ പേര അവിടെ അബ്ബൻ ദുബായിൽ നിന്ന് വന്നാണല്ലോ. അവൻ വന്നിട്ട് എന്നെ കണ്ടില്ല. അതിലെ അവനെ ഞാൻ കൂറ്റമ്പാർന്ന് കണ്ടു. അതൊക്കെ കയറി വണ്ടിയും ഇപ്പൊ നിങ്ങളെ ചോദിച്ചു അവിടെ ഇന്നെല്ലാവർക്കും വേണേ നമ്മളങ്ങനെ രാജപാളയൊക്കെ കുറച്ചുകൂടി എല്ലാവർക്കും ആവശ്യം ഉണ്ടാവും രാധേട്ടനെ. പണ്ടത്തെ മരില്ലല്ലോ, ഒരു സെലിബ്രിറ്റി ഫേസ് ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും അറിയും. അപ്പൊ ആവശ്യം കൂടും. ഇപ്പൊ ഒരാളെന്നെ കൂട്ടി പറയണേ നിങ്ങള് എന്താ പറയാ പരിപാടികൾ നമുക്ക് ഉഷാറാക്കണം. ഒരാൾക്ക് ഞാൻ മുടിയൊക്കെ ഒന്ന് കറുപ്പിക്കട്ടെ. മുടി മുടി മീശ കറുപ്പിച്ച് നിക്കണം. ഒരു ദിവസം അങ്ങനെ ആക്കാം നമുക്ക്. മുടി മീശൊക്കെ ആർക്കാക്കും ഞാൻ ഫുള്ള് ബ്ലാക്ക്. അവിടെ ആക്കാം ഫുള്ള് ബ്ലാക്ക്. ഞാൻ എനിക്ക് സ്ഥലം സ്വന്തം സ്ഥലമാണ്. സലൂൺ ഉണ്ട്, അവിടെ പോയാലാണ് ആക്കി തരും. ഏതാ റസാനിക്കല് 40 ഉറുപ്പിക കൊടുത്താൽ ഇതെല്ലാം കറുപ്പിച്ച് തരുമല്ലോ. ഫുള്ള് അവിടെ സ്ഥിര 40 രൂപയ്ക്ക് ഇതാക്കുവോ? അത് ചിലയിടത്ത് 300 വാങ്ങേണ്ടത്. 40 രൂപ കുട്ടികളൊക്കെ ക്രയോൺസ് കൊണ്ട് വെക്കണം. അല്ല ഓനല്ല അങ്ങനെ നല്ല പണിയാണ്. ഓൻ നല്ല പണിയാണ്. ഫീൽഡിൽ പോയിട്ട് പണിയെടുക്കാണ്. നല്ല പണി. അപ്പൊ കുഴപ്പമില്ല. ഒക്കെ ചെയ്യുന്നുണ്ട്. കുപ്പോസോ അതിന് തൊട്ടടിച്ചിട്ടുണ്ടെത്തണം. ഇവന് എന്ത് കൊടുത്താലും ആവശ്യം. 24-ാം തീയതി നോക്കിട്ടെന്നാ. 24-ാം തീയതി രാവിലെ 2 വരണ്ട. 24-ാം തീയതി ഞാൻ സമയം പറയാം എപ്പോഴാണ്. 24, 23, 24 അല്ലേ? ഒരു കോളേജ് പരിപാടി ഇതുവരെ കൂടിയില്ലല്ലോ. ഒരു കോളേജ് പരിപാടി കൂടാൻ പറ്റുമോ നോക്കാം നമുക്ക്. 24 രാവിലെ ഞാൻ അടിപൊളിയായിട്ടുണ്ട് വരണ്ട. രാവിലെ അടിപൊളിയായിട്ടുണ്ട് വരണ്ട. ആയിക്കോട്ടെ. നമുക്ക് കിട്ടാലോ ഷർട്ടൊക്കെ ഇട്ടാണ്ട് ഏത് ഷർട്ടും
റെയിൻ കോട്ട് വരെ ഉണ്ട്. എല്ലാ സെറ്റപ്പും ഒരു മഴവെള്ളപ്പാച്ചിൽ വന്നാൽ അത് തടുത്ത് നിർത്താനുള്ള കോസ്റ്റ്യൂം വരെ ഉണ്ട്. ഇത് സ്വയരക്ഷയ്ക്കുള്ള കോസ്റ്റ്യൂമുകളാണ്, അല്ല ചൊറുക്കിനുള്ളതല്ല. ഇന്നിപ്പോ രാവിലെ തണുപ്പിനുള്ളതാട്ട് അല്ലേ? എന്നും രാവിലെ നടക്കുമോ? ഞാൻ എന്നും രാവിലെ ഒരു 10 കിലോമീറ്റർ. അതല്ല ആരോഗ്യത്തിന്റെ രഹസ്യം. ഇതിങ്ങനെ തടിയാണ് ഞാൻ കൂസുമ്പലും തൊട്ടാണ്ട് തിന്നന്റെ കാര്യം മാസം വന്നുള്ളൂ. കുബൂസ് ഒഴിഞ്ഞെടുത്ത് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അത് ഇരിക്കാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയാതെ എനിക്ക് ട്രെയിൻ ചെയ്യാൻ നല്ലോണം അറിയും. ട്രെയിനർ എനിക്കറിയാം, ഉണ്ണീനെ കണ്ടറിയില്ല ഊരിലെ പഞ്ഞം. പക്ഷെ ഞാൻ അങ്ങനെ തരും, ഞാൻ അങ്ങനെ പറഞ്ഞു നടക്കൂല. അങ്ങനെ ഞാൻ വലിയ സംഭവമാണ് ഇങ്ങനെ ഒരു പട്ടിനെ. എനിക്ക് മനസ്സിലായി. പറഞ്ഞാൽ ഉറപ്പില്ലാതെ ഞാൻ എന്നോട് പറഞ്ഞത് എൻ്റെ ട്രെയിനർ ധൈര്യമായിട്ട് തൊടാം, ഒരു പേടിയില്ല. ഇപ്പൊ പോലും 500 ഉറുപ്പ്യാണ് വരും. റെഡി പൈസ 500 തോളത്ത് ചിത്തുവിനെ അതിനൊന്ന് അയച്ചിട്ട് കണ്ട് ഒന്നും കണ്ട് തങ്ങളെ അയച്ചിട്ട് ആ കുട്ടിയെ അയച്ചാൽ ഞാൻ ധൈര്യമായിട്ട് തൊടും. ആ പോരും 500 ഞാൻ തരാറില്ലേ? ഇല്ലേ എന്റെ കയ്യില്ല, കടയിൽ 500 ഞാൻ താട്ടരോ, ഞാൻ അതിനെ കൊണ്ട് നടന്നാൽ മതില്ലേ? അതിനെ കെട്ടിയ കുട്ടിയോട് അയച്ചു തന്നാൽ മതി. അത്രേ ഉള്ളൂ. എവിടെയായി? അതെ നമ്മുടെ വീട്ടിൽ. നമുക്ക് അവിടെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, കുളത്തിന്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ട്. അതൊക്കെ അടിപൊളിയാക്കി അതൊന്നും എടുക്കാം, ഫോട്ടോ എടുക്കാം. അതിലൊക്കെ പോവാം നമുക്ക്. അല്ല, കുളപ്പ് പുതുതായിട്ടൊക്കെ റെഡിയാക്കിയിട്ട് 4 ഭാഗം കെട്ടി ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി പുതിയ ആളത്തിൽ. പുതിയ ആളത്തോ? അവിടെ ഇവിടെ കുളമൊക്കെ അതൊന്നും കണ്ടില്ല. റബ്ബർ നടത്തിട്ടില്ല. ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങണം മനസ്സിലെ വരൻ്റെ അവിടെ. അത് നമ്മൾ കാർ ഇറങ്ങിയില്ലേ, അതിന് താഴത്തെ ആ നേരെ ചെല്ലുന്ന വീട് തന്നെ. അതിൻ്റെ താഴെ പാടത്ത് വെക്കന്നെ കുളം. അത് ചുറ്റുപാട് കല്ല് ആദ്യം ഓള വിഷോണ്ട് കെട്ടി ഒക്കെ ഓളെ പൊളിഞ്ഞാടി. എന്നിട്ട് കൊണ്ടോട്ടിന്ന് വേറെ മറ്റേ ഈ കക്കൂസിലിരിക്കണ ഒരു കല്ലില്ലേ ഓട്ടം, അജാതി കല്ലുകൊണ്ട് കെട്ടി കെട്ടി. ഈ പാർക്കാണ് നിങ്ങൾ പറയുന്നത്? ചെറിയ ചോറെടുത്താലോ കുറച്ച് വേണ്ട, അഞ്ച് കഴിച്ചോളൂ. എനിക്കറിയാം, എന്നെ കണ്ടാൽ തന്നെ കൂസമ്പിളിന്ന് കളിയല്ലേ ഇപ്പൊ ചോദിച്ചിട്ടായി. മോനെ എന്നെ ഞാനറിയില്ലേ. പരിപാടിക്ക് പോകുമ്പോൾ ഡാൻസ് ഒക്കെ പഠിച്ചോളൂ. നമ്മള് ഡാൻസ് കളിക്കലെന്നില്ല, പാട്ടൊക്കെ തന്നെ വരും. സിസ്റ്റത്തിൽ വരണമെന്നില്ല, മനസ്സിലായോ? അയില ഓൻ അതേ വേണ്ടു. അയിലടാ, അയിലും സാമ്പാറും അച്ചാറും പപ്പടം ന്യൂട്ടല്ലി. എനിക്ക് ഓൻ അവിടെ ഇരുന്നപ്പോഴേ ഉറപ്പാ നല്ല ചോറും നല്ല എന്താ ഒരു പരിപാടി. ഓരോ മീൻ മിൽക്ക് ഇങ്ങനെ നോക്കണ്ട്, കുബൂസ് മിൽക്ക് നോക്കണ്ട്. രാവിലെ ഒന്നും ഇല്ല, ഞാൻ വന്നപ്പോ ഉണ്ട്. ഞാൻ ഇവിടെ 11 കാലിനെ നമ്മ താത്ത പോയോ? താത്തഞ്ഞ് തോണി കയറിയതാണ്. എന്ത് കറിയോ? ചട്ടിൻ്റെ കറി, മുളകച്ചാറോ? ഞാൻ മുളകിൻ്റെ ഒരു ആരാ. ആ എന്നാ വേറെ കാര്യം ഉണ്ട്. ഞാൻ അവിടെ ഒരു മുളക് ഇത് വാങ്ങി കൊടുക്കുന്നു. മുളകിന്റെ സംഭവം ആയിക്കൂടെ? നമ്മളന്ന് ഷവർമ്മ തന്നിട്ട് പൊളിച്ചു നമ്മൾ 4 ആള്. ഷവർമ്മ അതൊക്കെ ഒരു മനുഷ്യൻ തിന്നാൻ പറ്റിയ സാധനങ്ങൾ. വല്ല ചോറ് തിന്നാൽ ലേശം കൂട്ടാനും പറ്റില്ല. ഇത് അതൊക്കെ ഒരു പവർ കുളൂസനല്ലേ ഷവർമ്മ എന്നൊക്കെ. നമുക്ക് എന്താ വേണ്ട അറിയാം, ലേശം ചോറ്, പപ്പടം, മോരുകറി, ഇറച്ചി ഇരട്ടിയത്, അതൊന്നും വേണ്ട. ചോറും സാമ്പാർ, ഉപ്പേരി, പപ്പടം, അതിൻ്റെ ഒന്നും ആവശ്യമുള്ള ചമ്മന്തി ഉണ്ടായാൽ മതി. ചോറും തന്നെ പോരെ? മതി. വിശപ്പുണ്ടെങ്കിൽ അത് മതി. പിന്നെ മറ്റൊക്കെ മെജാറ്റിക്കുക. മെജാറ്റിക്കോ? ആ പവർ. ഒരു മനുഷ്യന്റെ വിശപ്പ് തീരാതെ എന്താ വേണ്ടത്? ചോറും മീൻ മുരിങ്ങ കൂട്ടാനായാലും മതി. മലയാളത്തോടെ ഇംഗ്ലീഷും അറിയില്ല ഇടയ്ക്ക്.
പിന്നെ എല്ലാം പറയണേ. ഇനിയിപ്പോൾ ഇത് കുബൂസും തിന്നോ? എൻ്റെ കുബൂസ് ഞാൻ കഴിക്കൂല. ഞാൻ പിന്നെ ചേച്ചി അതെന്ത് കുബൂസ്? അത് റൊമാനി കുബൂസ്. ആ